എനിക്ക് ഇങ്ങനെ ഒരു ഓഡിയൻസിനെ അഡ്രസ് ചെയ്യാനുള്ളൊരു സാഹചര്യം, അവസരം ഒരുക്കി തന്നതിന് ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഞാനിവിടെ വിഷയം ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മളുടെ സീ ഫുഡും നമ്മുടെ ഇന്ത്യൻ കുസീൻ, ഇന്ത്യൻ കൾച്ചറുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അത് കുറച്ച് ജനറൽ ആയിട്ടുള്ളൊരു ടോപ്പിക്. കാരണം ഞങ്ങള് ഈ സയൻസ് ആൾക്കാരാകുമ്പോൾ വളരെ ഒരു നാരോ ആയിട്ടുള്ള ഫീൽഡിലാണ് ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുക. വളരെ ചുരുങ്ങിയ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് തന്നെ ഒരു വലിയ ഓഡിയൻസിനെ അല്ലെങ്കിൽ ജനറൽ ഓഡിയൻസിനെ പലപ്പോഴും അഡ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. കാരണം ആ ഒരു ഡിസ്റ്റൻസ്. പക്ഷെ കഴിയുന്നതും ഞാനത് ഈ ടോപ്പിക് ഒരു വളരെ ജനറൽ ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. എന്റെ സ്ലൈഡ്സ് ഞാൻ ഒരു പ്രസന്റേഷനും കൂടി ഉണ്ട്. എന്റെ സ്ലൈഡ്സ് കൂടുതൽ ഇംഗ്ലീഷിലാണ്. ഞാൻ ഇത് ഷെയർ ചെയ്യാം. കാണാമോ? കാണാം. ഓക്കെ. അപ്പോ നമ്മളുടെ ഇമ്പോർട്ടൻസ് ഓഫ് സീ ഫുഡ് ഇൻ ഇന്ത്യൻ ക്യുസീൻ ആൻഡ് കൾച്ചർ, നമ്മുടെ മത്സ്യ വിഭവങ്ങളും നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഒരു ഫുഡ് സിസ്റ്റവും അതിന്റെ സംസ്കാരവും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ സീ ഫുഡ് എന്താണ് എന്നുള്ളൊരു ഇത് കാരണം നമ്മളെല്ലാവരും മലയാളികൾ എല്ലാവരും കഴിയുന്നതും സീ ഫുഡുമായിട്ട് വളരെ അറിയുന്നവരാണ്. കാരണം സീ ഫുഡ് നമ്മളുടെയൊക്കെ ഭക്ഷണത്തിന്റെ ഭാഗമാണ്. പക്ഷെ സീ ഫുഡ് എന്നുള്ള ടെർമിനോളജിക്ക് പല അർത്ഥങ്ങളുണ്ട്. കാരണം സീ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ നമ്മുടെ കടലിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഭക്ഷ്യയോഗ്യമായ ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ എല്ലാ ഉൽപ്പന്നങ്ങളെയും ഒരുമിച്ച് തന്നെ ജനറൽ ആയിട്ട് പറയാൻ ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ് സീ ഫുഡ് എന്ന് പറയുന്നത്. അത് ആ വാക്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സീ ഫുഡ്. പക്ഷെ അത് കുറച്ചും കൂടി പറയുകയാണെങ്കിൽ കടലിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ജന്തു സസ്യ വിഭാഗങ്ങളെ എല്ലാം കളക്റ്റീവായിട്ട് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെർമിനോളജിയാണ് സീ ഫുഡ്. അത് മാത്രമല്ല, ഈ സീ എന്നുള്ളൊരു പദം ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഇൻഡസ്ട്രിയലി പറയുകയാണെങ്കിൽ സീ എന്നുള്ളൊരു പദം ഉള്ളതുകൊണ്ട് കടലിൽ നിന്നുള്ളത് മാത്രമല്ല, നമ്മൾ സാധാരണ ഒരു എന്താ പറയുക ട്രേഡ് ടെർമിനോളജിയിൽ ഉപയോഗിക്കുന്ന സീ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ശുദ്ധജലമാവട്ടെ ബാക്കി ഏത് തരത്തിലുള്ള ജല വാട്ടർ ബോഡീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നമുക്ക് ഭക്ഷ്യയോഗ്യമായ ഉൽപ്പന്നങ്ങളെല്ലാം ജനറലൈസ്ഡ് ആയിട്ട് നമ്മൾ ട്രേഡ് ടെർമിനോളജിയിൽ സീ ഫുഡ് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ അതിൽ തന്നെ ഒരുപാട് ഈ വെജിറ്റബിൾസും അടങ്ങിയിട്ടുണ്ട്. പലരും സീ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മത്സ്യം അല്ലെങ്കിൽ ഫിഷ്, ബാക്കിയുള്ള ജീവികൾ, അങ്ങനത്തെ ആനിമൽ പ്രോട്ടീനാണ് നമ്മൾ കൂടുതലും സീ ഫുഡ് എന്ന് ധരിക്കുന്നത്. പക്ഷെ സീ ഫുഡ് എന്ന് നമുക്ക് ഒരുപാട് തരം വെജിറ്റബിൾസും അവൈലബിൾ ആണ്. അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി കടലിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ ആ കടൽ അല്ലെങ്കിൽ സീ ഫുഡ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഈ രണ്ട് ഗ്രൂപ്പ്, ഫ്ലോറ ആൻഡ് ഫോണ എന്ന് നമ്മൾ പറയും, സസ്യങ്ങളും അതുപോലെ ജീവജാലങ്ങളും, ഇതിനെല്ലാം നമുക്ക് മനുഷ്യന് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഇതിനെല്ലാം കളക്റ്റീവായിട്ട് വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ് സീ ഫുഡ് എന്ന് നമ്മൾ ട്രേഡ് ടെർമിനോളജിയിൽ പറയുകയാണെങ്കിൽ. പിന്നെ നമുക്ക് പലർക്കും അറിയാം, കാരണം മത്സ്യം ഒരു വളരെ എന്താ പറയാ വൈവിധ്യമുള്ള ഒരു ജീവിവർഗമാണ് മത്സ്യങ്ങൾ എന്ന് പറയുന്നത്, സീ ഫുഡ് എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ പെടുത്തുകയാണെങ്കിൽ. പക്ഷെ നമുക്കൊരു പെട്ടെന്ന് മനസ്സിലാവാൻ ജനറൽ കാറ്റഗറിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന് ഫിൻ ഫിഷസ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ എന്താ പറയാ ഈ ചിറകുകളുള്ള മത്സ്യങ്ങൾ, അതാണ് ഫിൻ ഫിഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ മത്സ്യങ്ങളുണ്ട്. പിന്നെ ഈ സ്രാവ് മുതലായ മത്സ്യങ്ങൾ അടങ്ങുന്ന ഇലാസ്മോബ്രാഞ്ചസ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. കാരണം ഈ ബോണി എന്താ പറയാ നമ്മുടെ ബോണി സ്കെലറ്റൻ ഇല്ലാത്ത ജീവികൾ, അപ്പൊ ഇലാസ്മോബ്രാഞ്ചസ് എന്നുള്ള ഒരു ഭാഗമുണ്ട്. പിന്നെ വരുന്ന ഷെൽ ഫിഷസ് ആണ്. ഫിഷസും ഷെൽ ഫിഷസും. ഷെൽ ഫിഷ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ എന്താ പറയാ സ്കെലറ്റിന് പകരം ഒരു എന്താ പറയാ ഒരു കാൽക്കേറിയസ് എക്സോസ്കെലറ്റൻസ് ഉള്ള ഒരു ജീവവിഭാഗമാണ്. അതിൽ ഷെൽ ഫിഷ് എന്ന് പറയുമ്പോൾ ക്രസ്റ്റേഷ്യൻസ് ഉണ്ട്, നമ്മുടെ ഞണ്ട്, ചെമ്മീൻ മുതലായ വരുന്ന ക്രസ്റ്റേഷ്യൻസ്, പിന്നെ കണവ, കൂന്തൽ, നീരാളി വരുന്ന സെഫാലോപോഡ്സ്, പിന്നെ മൊളസ്കൻ ഗ്രൂപ്പിൽ വരുന്ന ബൈവാൽവ്സ് തുടങ്ങിയ നമ്മുടെ കക്ക, കല്ലുമ്മക്കായ മുതലായി തുടങ്ങിയിട്ടുള്ള. അപ്പൊ ഇതാണ് ഒരു ജനറൽ കാറ്റഗറി എന്ന് നമുക്കൊരു സീ ഫുഡിനെ കുറിച്ച് പറയാം. ഈ പ്ലാന്റ്സിനെ മാറ്റി നിർത്തിയാൽ ഒരു ജനറൽ കാറ്റഗറൈസേഷൻ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ
ഈ മത്സ്യത്തിന്റെ വൈവിധ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം. കാരണം നമ്മുടെ ഓരോ ദേശത്തും അല്ലെങ്കിൽ ഓരോ നാട്ടിലും നമുക്കറിയാം അവിടെ ഏറ്റവും സുലഭമായി കിട്ടുന്ന ഒരു മത്സ്യ വർഗം ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ നാട്ടിലും അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്. പോപ്പുലർ ഫിഷസ് എന്ന് പറയും നമ്മൾ സാധാരണ. അപ്പൊ ഓരോ നാട്ടിലും ഓരോ കോസ്റ്റൽ ഏരിയയിലും അല്ലെങ്കിൽ ഓരോ എന്താ പറയാ ഈ ജലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും വില്ലേജ് ആവട്ടെ, ഏത് ചെറിയ സ്ഥലത്തായാലും അവിടെ ഏറ്റവും സുലഭമായിട്ട് ലഭ്യമായിട്ടുള്ള ഒരു വർഗം അല്ലെങ്കിൽ മത്സ്യ വെറൈറ്റി അല്ലെങ്കിൽ ഒരു സീ ഫുഡ് വെറൈറ്റി ലഭ്യമാണ്. അപ്പോൾ അതിനെ ആ ഈ പറയുന്ന പോപ്പുലർ ഫിഷസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെയുള്ള സീ ഫുഡ് ക്യുസീൻ കൾച്ചർ അല്ലെങ്കിൽ സീ ഫുഡ് കൾച്ചർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ നമുക്ക് പറയാവുന്നത് ഇത് മെയിൻ ആയിട്ട് ഈ സീ ഫുഡ് രണ്ട് തരത്തിലാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒന്ന് ക്യാപ്ചർ എന്ന് പറയും. ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഷർമാൻ മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിന്നും കായലിൽ നിന്നും അല്ലെങ്കിൽ വാട്ടർ ബോഡീസിലേക്ക് പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന, പണ്ട് നമ്മൾ ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ് എന്ന് പറയുമല്ലോ, ഈ വേട്ടയാടി പിടിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പൊ അത് നമ്മൾ അക്വാട്ടിക് ഇതിൽ നിന്ന് പറയുമ്പോൾ ജല സ്രോതസ്സിൽ നിന്നാണ് അത് നടത്തുന്നതെങ്കിൽ നമ്മൾ അതിനെ ഒരു ക്യാപ്ചർ ഫിഷറീസ് എന്ന് പറയാം. ആ രീതിയിലും വരുന്നുണ്ട്, ലഭ്യമാണ്. പിന്നെ നമുക്ക് കൾച്ചർ ഉണ്ട്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഈ അക്വാട്ടിക് ഓർഗാനിസത്തിനെ നമുക്ക് വളർത്താൻ സാധിക്കും എന്ന് മനസ്സിലാക്കി. അപ്പൊ നമുക്ക് ആ ഒരു കൾച്ചർ ടെക്നോളജി, ഇപ്പൊ ക്യാപ്ചർ ഫിഷറീസും ഉണ്ട്, അക്വാ കൾച്ചർ അല്ലെങ്കിൽ കൾച്ചർ ഫിഷറീസും ഉണ്ട്. ഈ രണ്ട് മാർഗത്തിൽ നിന്നാണ് നമുക്കിപ്പോ സീ ഫുഡ് പ്രധാനമായിട്ടും ലഭ്യമായിട്ടുള്ളത്. പിന്നെ ഭാരതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാരതത്തിന് ഒരു വലിയൊരു കോസ്റ്റ് ലൈൻ ഉണ്ട്. ഏതാണ്ട് 7000 മുതൽ 8000 ഇടയ്ക്ക് നീളമുള്ള കിലോമീറ്റേഴ്സ് നീളമുള്ള ഒരു ദീർഘമായിട്ടുള്ള ഒരു കോസ്റ്റ് ലൈനാണ് നമുക്കുള്ളത്. പിന്നെ നമ്മള് ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തേർഡ് ലാർജസ്റ്റ് ആണ് വേൾഡിലെ തന്നെ, തേർഡ് ലാർജസ്റ്റ് ഫിഷ് പ്രൊഡ്യൂസിങ് കൺട്രിയാണ്. മൂന്നാമത്തെ മത്സ്യ ഉൽപാദന രാജ്യമാണ്. ഏതാണ്ട് 8% ഗ്ലോബൽ ഫിഷ് പ്രൊഡക്ഷൻ നമ്മളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ അക്വാകൾച്ചറിൽ പറയുകയാണെങ്കിൽ അക്വാകൾച്ചറിൽ നമ്മൾ ചൈനയ്ക്ക് ശേഷം സെക്കൻഡ് ആയിട്ടുള്ള സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത് അക്വാകൾച്ചർ പ്രൊഡക്ഷനിൽ. പിന്നെ ഫിഷ് പ്രൊഡക്ഷൻ, അത് നമുക്ക് ഒരു ഫിഷ് പ്രൊഡക്ഷന്റെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്യാപ്ചർ ഫിഷറീസ് എന്നുള്ളത് ഏകദേശം ഒരു സ്റ്റാഗ്നന്റ് ആണ്. അതിന്റെ ഗ്രോത്ത് റേറ്റ് ഒക്കെ വളരെ കുറവാണ്. പക്ഷെ അക്വാകൾച്ചർ വളരെ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ നമ്മളുടെ ടോട്ടൽ ഫിഷ് പ്രൊഡക്ഷൻ ഏകദേശം ഉയർന്നു തന്നെ നിൽക്കുകയാണ്. പക്ഷെ അതിൽ വ്യത്യാസം എന്നുള്ളത് നമ്മുടെ ക്യാപ്ചർ ഫിഷറീസിന്റെ കോൺട്രിബ്യൂഷൻ കുറഞ്ഞു വരും, അല്ലെങ്കിൽ സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുകയും അക്വാകൾച്ചറിന്റെ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഫിഷറീസ് അക്വാകൾച്ചർ നമുക്കറിയാം ഏതാണ്ട് 1% ഇന്ത്യയുടെ GDPക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജനറൽ GDPക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം അഗ്രികൾച്ചർ GDPക്ക് ഏതാണ്ട് 5% നമ്മുടെ ഈ സീ ഫുഡിന്റെ കോൺട്രിബ്യൂഷൻ. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് കൊച്ചിക്കാർക്ക് അറിയാം നമ്മുടെ ഒരുപാട് എക്സ്പോർട്ടിംഗ് കമ്പനികളുണ്ട്. അപ്പൊ ഇന്ത്യ ടോപ്പ് 5 ഫിഷ് എക്സ്പോർട്ടിംഗ് കൺട്രീസിൽ ഒരു രാജ്യമാണ് ഇന്ത്യ. ഏതാണ്ട് 17% ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഫിഷറീസ് ആണ്, സീ ഫുഡ് പ്രോഡക്ട്സ് ആണ്. അപ്പൊ 21-22 നമ്മൾ ഏതാണ്ട് 1.36 മില്യൺ മെട്രിക് ടൺസ് സീ ഫുഡ് ആണ് ഇവിടുന്ന് കയറ്റി വെച്ചിട്ടുള്ളത്. ഏതാണ്ട് $7.76 ബില്യൺ നമുക്ക് നേടിത്തരും ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിഷറീസ് വളരെ ഏതാണ്ട് 28 മില്യൺ അല്ലെങ്കിൽ 2 മുതൽ 3 കോടി വരെ പീപ്പിൾ ഡയറക്ട്ലി എംപ്ലോയ്മെന്റ് കൊടുക്കുന്നതാണ്, നേരിട്ട് ജോലി. അത് ഫിഷർമെൻ ആണ്. ഏതാണ്ട് 28 മില്യൺ അല്ലെങ്കിൽ ഒരു 3 കോടിയോളം ഫിഷർമെൻ നമ്മളുടെ രാജ്യത്ത് ആക്റ്റീവായിട്ട് ഫിഷിംഗിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഏകദേശം പിന്നെ ഇതൊക്കെ ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ആണ്. പിന്നെ ഇത് ഏകദേശം ഇത്രത്തോളം തന്നെ എമൗണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടും എംപ്ലോയ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു വളരെ എംപ്ലോയ്മെന്റ് എന്താ പറയാ തൊഴിൽ മേഖലയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ്, അഗ്രികൾച്ചർ റിലേറ്റഡ് തൊഴിൽ മേഖലയാണ് ഫിഷറീസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ പലരും പറയുന്ന ഒരു കാര്യമാണല്ലോ, കാരണം നമ്മുടെ ഇന്ത്യയിൽ വെജിറ്റേറിയൻസ് ആണ്, ശുദ്ധമായിട്ടുള്ള വെജിറ്റേറിയൻസ് നമുക്ക് ഏകദേശം 30%-ഓളമാണ് നമ്മളുടെ നാഷണൽ ആവറേജ് വെജിറ്റേറിയൻസ്. അത് പല രാജ്യങ്ങളിലും പല രീതിയിലാണ്. നമുക്കറിയാം ഈ കോസ്റ്റൽ സ്റ്റേറ്റ്സ് എന്ന് പറയും, നമ്മൾ ഗുജറാത്ത് മുതൽ വെസ്റ്റ് ബംഗാൾ വരെയുള്ള ഈ തീരദേശ സംസ്ഥാനങ്ങൾ, അവിടെ കൂടുതലും അതിന്റെ കോസ്റ്റൽ ഏരിയയിലൊക്കെ കൂടുതലും നമ്മൾ മത്സ്യം ഭക്ഷിക്കുന്നവരുടെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. എന്നാൽ സമയം നമ്മൾ ഭാരതത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നതോറും അത് കുറഞ്ഞു വരും. പക്ഷെ ഏതാണ്ട് നമുക്ക് 60-70% ആൾക്കാരും ഒരു നോൺ വെജിറ്റേറിയൻ ഒരു ശൈലിയിലുള്ള ഒരു ഭക്ഷണ സംസ്കാരം ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
കോസ്റ്റൽ ഏരിയയിലാണ് ഫിഷസ് കൂടുതലും കഴിക്കുന്നത്. അപ്പൊ പെർസെന്റേജ് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ മാപ്പിൽ തന്നെ നോക്കി അറിയാം, കേരളം മുതലായിട്ടുള്ള ഈ കോസ്റ്റൽ സംസ്ഥാനങ്ങൾ, തീരദേശ സംസ്ഥാനങ്ങളിൽ കൂടുതലും ഫിഷ് കഴിക്കുന്നതിന്റെ ആ തോത് വളരെ കൂടുതലാണ്. ഇന്ത്യയിലെ പെർ ക്യാപിറ്റ ഫിഷ് കൺസപ്ഷൻ എന്ന് പറയുന്ന ഏതാണ്ട് ആവറേജ്, ടോട്ടൽ ഇന്ത്യയിലെ ആവറേജ് ഏതാണ്ട് ഒരു 13 ചില്ലാനം കിലോഗ്രാം ആണ് പെർ ക്യാപിറ്റ ഫിഷ് കൺസപ്ഷൻ. പക്ഷെ കേരളത്തിലൊക്കെ അത് ഏതാണ്ട് 20, അതിന്റെ ഇരട്ടിയോളം വരുന്നുണ്ട്. കാരണം ഇപ്പൊ കേരളം അതുപോലത്തെ കോസ്റ്റൽ സംസ്ഥാനങ്ങൾ ഏതാണ്ട് അതിന്റെ ഇരട്ടിയോളം വരും. പിന്നെ ഒരു മത്സ്യം അല്ലെങ്കിൽ സീ ഫുഡ് ഒരു ഭക്ഷണം എന്ന രീതിയിൽ എങ്ങനെയാണ് അതിനെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുക? അതിന്റെ ഒരു ന്യൂട്രീഷണൽ സിഗ്നിഫിക്കൻസ് എന്താണ്, അതിന്റെ ഒരു പോഷക മൂല്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ വളരെ നമുക്കറിയാം. കാരണം എല്ലാവർക്കും ഏത് ഇപ്പൊ പലപ്പോഴും ഡയറ്ററി കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻസിനെ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ അവര്, നിങ്ങൾ ഇപ്പൊ നോൺ വെജ് കഴിക്കുന്ന ആളാണെങ്കിൽ അവർ ഉൾപ്പെടുത്താൻ നിർബന്ധമായിട്ടും പറയുന്ന ഒരു ഭക്ഷണ വിഭാഗമാണ് സീ ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പൊ സീ ഫുഡില് പ്രോട്ടീൻ അറിയാം, അത് മീറ്റ് ആയതുകൊണ്ട് പ്രോട്ടീൻ റിച്ച് കമ്പോണന്റ് ആണ്. പിന്നെ അതിൽ മിനറൽസ്, ധാതുക്കള്, കാൽസ്യം, അയൺ മുതലായ ധാതുക്കളുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. ഈ നല്ല ഈ എന്താ പറയാ, കൊഴുപ്പ്, നല്ല കൊഴുപ്പ് എന്ന് പറയും നമ്മൾ, നല്ല ഫാറ്റ്, അത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. അപ്പൊ നമുക്ക് ഹെൽത്തിന്, ആരോഗ്യത്തിന് ഗുണപരമായിട്ടുള്ള രീതിയിലുള്ള കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷ്യ ഉൽപ്പന്നമാണ് സീ ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ സീ ഫുഡിന്റെ ചില ഗുണങ്ങളുണ്ട്. കാരണം മറ്റ് നമ്മള് മീറ്റ് പ്രോഡക്ട്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ അറിയാം, ഇപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ ഡയറ്റ് കോൺഷ്യസ് ആണ്. നമ്മള് ഇപ്പൊ എന്താ പറയാ, ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ രീതികൾ തുടരാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നവരാണ്. അത് ഒന്നില്ലെങ്കിൽ അത് എന്താ പറയാ, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു ചിലവര് എന്ന് പറയുമ്പോൾ ലൈക്ക് തെറ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിട്ട് പിന്നെ നല്ല ഡയറ്റിലേക്ക് തിരിയുന്നവരുണ്ട്. അങ്ങനെ ഏത് രീതിയിലായാലും ഒരു ഹെൽത്തി ഡയറ്റ് എന്നുള്ളൊരു ആ ഒരു അവയർനെസ് ഇപ്പോൾ ശരിക്കും ഈ കസ്റ്റമേഴ്സിൽ ഒരുപാട് വന്നു തുടങ്ങി. അപ്പോൾ സീ ഫുഡ് എന്ന് പറയുന്ന ഒരു ഹെൽത്തി ഫുഡ് കാറ്റഗറിയിലാണ് സാധാരണ നമ്മൾ ഡയറ്റീഷ്യൻസ് ഒക്കെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീ ഫുഡ് നമുക്കറിയാം ഒരു ലോ കലോറി ഫുഡാണ്. കാരണം ഇപ്പൊ മറ്റ് മീറ്റുകളൊക്കെ എടുക്കുകയാണെങ്കിൽ പെർ സെർവിങ് ഒരു 100 ഗ്രാംസ് സെർവിങ് ക്വാണ്ടിറ്റി, പെർ സെർവിങ് ക്വാണ്ടിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏത് ഫുഡ് ഐറ്റം എടുത്താലും മറ്റ് മീറ്റുകൾ എടുത്താലും എല്ലാണ്ട് 200 കലോറിയിൽ കൂടുതലാണ് കലോറിക് വാല്യൂ വരുന്നത്. പക്ഷെ സീ ഫുഡ് നമുക്ക് ആ സെയിം എമൗണ്ട് തന്നെ സീ ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും 200 താഴെ, അല്ലെങ്കിൽ ചില ഫാറ്റി ഫിഷസിലാണെങ്കിൽ 200 താഴെയും, ലീൻ ഫിഷസ് അല്ലെങ്കിൽ ഫാറ്റി അല്ലാത്ത ഫിഷസ് ആണെങ്കിൽ 100 താഴെയുമാണ് കലോറിക് വാല്യൂ വരുന്നത്. അപ്പോൾ ലോ കലോറി ഡയറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഫുഡാണ് സീ ഫുഡ് എന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ ലോ ഇൻ കൊളസ്ട്രോളിൽ മറ്റ് മീറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ ഇൻ HDL, അല്ലെങ്കിൽ ഗുഡ് കൊളസ്ട്രോൾ, ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, ഫാറ്റ് ഉണ്ടല്ലോ, ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന HDL കണ്ടന്റ് കൂടുതലാണ്. ബാഡ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ LDL കണ്ടന്റ് കുറവാണ്. പക്ഷെ ചില ഫിഷില് നമ്മൾ ഈ ചെമ്മീൻ അതുപോലുള്ള ഇതിൽ ഇത്തിരി കൊളസ്ട്രോൾ കൂടുതലാണ്. പക്ഷെ എന്നാലും അത് ആ കൊളസ്ട്രോൾ കണ്ടന്റിൽ HDL കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ നമുക്കത് ഒരു അൺഹെൽത്തി ഫാറ്റ് ആയിട്ട് നമുക്ക് ഈ ചെമ്മീനോ അല്ലെങ്കിൽ ചില സീ ഫുഡ് ഐറ്റംസിൽ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒക്കെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ വേണം കഴിക്കാൻ. അങ്ങനത്തെ സീ ഫുഡ് ഐറ്റംസ് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ വേണം കഴിക്കാൻ. പക്ഷെ മറ്റ് മീറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും അൺഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ജനറലി പറയുകയാണെങ്കിൽ ഈ LDL ലെവൽസ് കുറവും HDL ലെവൽസ് കൂടുതലാണ്. അപ്പൊ കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഭക്ഷണം കൂടിയാണ്. പിന്നെ സീ ഫുഡ് പ്രോട്ടീന്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ സീ ഫുഡ് പ്രോട്ടീനിലെല്ലാം എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. കാരണം നമ്മൾ ഈ ഒരു പ്രോട്ടീന്റെ ക്വാളിറ്റി പറയുന്നത് അതിൽ ഏതൊക്കെ അമിനോ ആസിഡ്സ് ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു പ്രോട്ടീന്റെ ക്വാളിറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. കാരണം എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത അമിനോ ആസിഡ്സ് ആണ്. അത് ഡയറ്റിൽ കൂടെ കിട്ടേണ്ടതാണ്. പിന്നെ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ ഡേ ടു ഡേ ബോഡിലി ഫംഗ്ഷൻസിന് അത്യാവശ്യമായിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ്. പ്രോട്ടീൻ ബിൽഡിംഗ് അതുപോലത്തെ ബയോളജിക്കൽ പ്രോസസ്സിനൊക്കെ ആവശ്യമുള്ള അമിനോ ആസിഡ്സ് ആണ്. ഇതുപോലെയുള്ള എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് സീ ഫുഡ് പ്രോട്ടീൻ. എസ്പെഷ്യലി ലൈസിൻ, മെത്തിയോണിൻ, ട്രിപ്റ്റോഫാൻ, ഈ 3 പ്രോട്ടീനും നമുക്ക് വെജിറ്റബിൾ സോഴ്സിൽ വളരെ ലിമിറ്റഡ് ആണ്, വളരെ സ്കാർസ് ആണ്.
അത് നമുക്ക് ധാരാളമായിട്ട് ഈ സീ ഫുഡിൽ അവൈലബിൾ ആണ്. സീ ഫുഡിന് ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ നമുക്ക് വിളിക്കാം. ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എല്ലാം ഉണ്ട് എന്നുള്ള അഡ്വാൻറ്റേജ് മാത്രമല്ല, ഡൈജസ്റ്റബിലിറ്റി ഉണ്ട്. ഇപ്പൊ പ്രോട്ടീൻ, നല്ല പ്രോട്ടീൻ ആയിട്ട് അതിന്റെ പ്രോട്ടീന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്ന സംഭവമാണ്. നമ്മളെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യണം. അതിനുള്ള കപ്പാസിറ്റി വേണം. ചില പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. പക്ഷേ പ്രോട്ടീന്റെ ഡൈജസ്റ്റബിലിറ്റി എന്ന് പറയുന്നത്, സീ ഫുഡ് പ്രോട്ടീന്റെ ഡൈജസ്റ്റബിലിറ്റി ഏകദേശം ഒരു 90 മുതൽ 98% ആണ്. അത് സുപ്പീരിയർ ടു മറ്റ് മീറ്റ് പ്രോട്ടീൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. അപ്പൊ ഡൈജസ്റ്റബിലിറ്റി കൂടുതലാണ്. പിന്നെ ബയോളജിക്കൽ വാല്യൂ എന്ന് പറയും ഒരു ഫിഷ് പ്രോട്ടീൻ, അത് 80 to 90% ആണ്. അപ്പോൾ അത് ഒരു കഴിക്കുമ്പോൾ എത്ര നമ്മളെ പ്രോട്ടീൻ മീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചുള്ള ഒരു ഇതാണ് ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. അത് 80 മുതൽ 90%. അതും മീറ്റ്, എന്താ പറയാ, മറ്റ് മീറ്റുകളായിട്ട് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പ്രോട്ടീൻ, പിന്നെ വരുന്ന പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ, വെയിറ്റ് ഗെയിൻ പെർ യൂണിറ്റ് ഓഫ് പ്രോട്ടീൻ കൺസംപ്ഷൻ. ഈ പ്രോട്ടീൻ റെസിസ്റ്റൻസി റേഷ്യോയും ഏതാണ്ട് 83%. അത് മറ്റ് മീറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒന്നില്ലെങ്കിൽ കമ്പയറബിൾ ആണ്, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ടും നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഇത്രയും ക്വാളിറ്റി പാരാമീറ്റേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡൈജസ്റ്റബിലിറ്റി, എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ അളവ് നോക്കാം, അതിന്റെ ഡൈജസ്റ്റബിലിറ്റി നോക്കാം, ബയോളജിക്കൽ വാല്യൂ നോക്കാം, പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ, ഇത്രയും കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ സീ ഫുഡിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ മറ്റ് മീറ്റ് പ്രോട്ടീനുകളെക്കാട്ടിലും ബെറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫാറ്റ്. സീ ഫുഡിൽ അടങ്ങിയിട്ടുള്ള ഓയിൽ എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. EPA, DHA തുടങ്ങിയിട്ടുള്ള ഒമേഗ-3 ഫാറ്റി ആസിഡ്സ്. അപ്പൊ ഈ ഇതുപോലുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൊണ്ട് നമുക്ക് ഓൾറെഡി അറിയാം കുറെ കാർഡിയോവാസ്കുലർ ബെനിഫിറ്റ്സ്, ഹാർട്ട് ഡിസീസിനെ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രൈഗ്ലിസറൈഡ് ലെവൽസ് കൺട്രോൾ ചെയ്യുന്നു, BP ലോവർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ആർട്ടീരിയൽ പ്ലാക്ക് ഫോർമേഷൻ അല്ലെങ്കിൽ ആർട്ടറീസിന്റെ ക്ലോഗിങ്, അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള കപ്പാസിറ്റി ഉള്ളതാണ് ഈ ഒമേഗ-3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. ആ ഒമേഗ-3 ഫാറ്റി ആസിഡ്സിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ് സീ ഫുഡ്, ഫിഷ് ഓയിലിൽ. പിന്നെ ഈ ഒമേഗ-3 കൊണ്ട് പല ഉപയോഗങ്ങളുണ്ട്. ബ്രെയിൻ ഹെൽത്ത്, കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ്, ഈവൻ അൽഷൈമേഴ്സിന് വരെ കുറയ്ക്കുന്ന. കാരണം കൃത്യമായിട്ട് നമ്മുടെ സീ ഫുഡ് കൃത്യമായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇതുപോലെയുള്ള ചില ലൈക്ക് ഓൾഡ് ഏജ് ഹെൽത്ത് റിസ്കുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ഫിഷ് ഓയിലിൽ ഫാറ്റ് സോളിബിൾ വിറ്റാമിൻസ് ആയിട്ടുള്ള വിറ്റാമിൻ എയും ഡിയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, പണ്ട് നമ്മൾ 7 C's ഈ കോഡ് ലിവർ ഓയിൽ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും കഴിക്കുന്നവരുണ്ടാവും. അപ്പൊ അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. അതിൽ ഒമേഗ-3യുടെ കണ്ടന്റ് കൂടുതലാണ്. ഈ 7 C's എന്ന് പറയുമ്പോൾ ഒമേഗ-3 കോൺസെൻട്രേറ്റ് ഫിഷ്, ഈ കോഡ് ലിവറിന്റെ ഓയിലിൽ നിന്ന് ഒമേഗ-3 ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കുന്ന ക്യാപ്സ്യൂളാണ്. അപ്പൊ അത് കോഡ് എന്നുള്ള ഒരു ഫിഷ് എന്നാണ് അത് ഏറ്റവും കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് കോഡ് എന്നുള്ള ലിവർ ഓയിലാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. കോഡ് ലിവറിന് പല പ്രത്യേകതകളുണ്ട്. കാരണം അതിൽ ഈ നാച്ചുറൽ ആയിട്ട് തന്നെ വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് വളരെ ഹയർ കോൺസെൻട്രേഷൻ. അതുകൊണ്ടാണ് കോഡ് ലിവറിന് കൂടുതൽ വാല്യൂ ഉള്ളത്. അപ്പൊ ഫാറ്റ് വളരെ പ്രധാനമാണ്. ഇപ്പൊ ഈ ഹൈലി അൺസാച്ചുറേറ്റഡ് ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ടാണ് ഇതിന്റെ ഒരു വാല്യൂ, സീ ഫുഡ് ഫാറ്റിന്റെ വാല്യൂ വളരെ കൂടുതലായിട്ടുള്ളത്. പിന്നെ വൈറ്റമിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിലും വൈറ്റമിൻ ഡി വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. കാരണം നമ്മുടെ ഈ സൂര്യരശ്മികളിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത്. പക്ഷെ പലപ്പോഴും ഇന്ത്യൻ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ജനറലി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണുന്നുണ്ട്. കാരണം നമ്മളുടെ സ്കിന്നില് എന്താ പറയാ, ഈ മെലാനിൻ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ അത്ര എഫിഷ്യൻസ് അല്ല. പക്ഷെ ഈ മറ്റ് ഫോറിൻ കൺട്രീസിലൊക്കെ അവർക്ക് അവരുടെ ഈ മെലാനിൻ കണ്ടന്റ് ഇല്ലാത്തതിന്റെ കാരണം വളരെ ചുരുങ്ങിയ സമയത്താണ് അവർക്ക് സൺലൈറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ സൺലൈറ്റ് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് മാക്സിമം വിറ്റാമിൻ ഡി അബ്സോർപ്ഷൻ നടക്കണം. അതുകൊണ്ടുകൂടിയാണ് ഈ തണുത്ത രാജ്യങ്ങളിലൊക്കെ ഈ മെലാനിൻ കണ്ടന്റ് കുറവായിട്ടുള്ള സ്കിൻ കാണപ്പെടുന്നത്. പിന്നെ അത് മാത്രമല്ല, അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ അവർ കൂടുതലായിട്ട് മത്സ്യം അവർ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം മത്സ്യത്തിൽ ഒരുപാട് വൈറ്റമിൻ ഡി കണ്ടന്റ് കൂടുതലാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുറയ്ക്കാനൊക്കെ മത്സ്യം കൂടുതലായിട്ട് കഴിക്കുന്നത് ഉപയോഗിക്കും. പിന്നെ അതുപോലെ തന്നെ ബാക്കി ബി കോംപ്ലക്സ് വൈറ്റമിൻസ്, വിറ്റാമിൻ B12, അപ്പൊ ഒരുപാട് വൈറ്റമിൻസ് അവൈലബിൾ ആണ് ഫിഷില്. പിന്നെ അതുപോലെ തന്നെ മിനറൽസ്, അയോഡിൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷനിങ്ങിനൊക്കെ വളരെ പ്രധാനം. അയോഡിൻ
കണ്ടന്റ്. അപ്പൊ അയോഡിൻ വളരെ ഉണ്ട്. പിന്നെ സെലനിയം പോലെയുള്ള ട്രേസ് മിനറൽസ് ഉണ്ട്, സിങ്ക്, ഫോസ്ഫറസ്, മെഗ്നീഷ്യം. അതൊക്കെ ഈ മിനറൽസ് ഒക്കെ വളരെ എസെൻഷ്യൽ മിനറൽസ് ആണ്. കാരണം ഇതൊക്കെ വളരെ നേരിയ അളവിൽ നമ്മുടെ ഡയറ്റിൽ വേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മുടെ ബോഡിലി ഫങ്ഷൻസിന് ഇത് വളരെ എഫക്ട് ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ എന്താ പറ്റുന്ന വെച്ചാൽ നമുക്ക് ഇതിന്റെ ടാബ്ലറ്റ്സ് കഴിക്കേണ്ടി വരും. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഡെഫിഷ്യൻസി വന്നിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുകയാണെങ്കിൽ ഡോക്ടർ നമുക്ക് ഇതിന്റെയൊക്കെ ടാബ്ലറ്റ്സ് തരും, ഇതുപോലത്തെ ഈ മിനറൽ കണ്ടന്റിന്റെ ഒക്കെ, അതിന് വൈറ്റമിൻ ടാബ്ലറ്റ്സ് തരും. പക്ഷെ സീ ഫുഡ് നമ്മൾ ജനറൽ ആയിട്ട് നമ്മളൊരു സെർവിങ്സ് നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഡയറ്ററി ഡെഫിഷ്യൻസീസ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അതാണ് അപ്പോ ഈ സീ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഉള്ള ഗുണം ജനറൽ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, ഒന്ന് ബിൽഡ്സ് ഹെൽത്തി ബ്രെയിൻ ഫങ്ഷൻസിന്, കോഗ്നിറ്റീവ് ഫങ്ഷൻസിന് സഹായമായ എലമെന്റ്സ് സീ ഫുഡിലുണ്ട്. ഹെൽത്തി ഹാർട്ട്, ഹൃദയത്തിന്റെ പ്രവർത്തനം സഹായിക്കുന്ന എലമെന്റ്സ് സീ ഫുഡിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ സ്ട്രോങ് ബോൺസ് ആൻഡ് മസിൽസ്, മിനറൽസ്, കാൽസ്യം മുതലായിട്ടുള്ള. അപ്പൊ ഇതുപോലെയുള്ള 3 തരത്തിലും നമുക്ക് മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്താ പറയാ ന്യൂട്രീഷണൽ എലമെന്റ്സ് നമുക്ക് സീ ഫുഡിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സീ ഫുഡ് കഴിക്കാം എന്ന് പറയുന്നത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാവരും, ഈ ഡയറ്റീഷ്യൻസും ഡോക്ടേഴ്സും ഒക്കെ. പക്ഷെ ഏതൊരു ഫുഡിനെ പോലെയും ചില റിസ്ക് ഫാക്ടേഴ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു ഭക്ഷണവും ഫുൾ പ്രൂഫ് അല്ല. കാരണം ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഓരോ ഭക്ഷണത്തിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. പക്ഷെ സീ ഫുഡിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാല് അത് കൂടുതലും മനുഷ്യരുടെ ഇടപെടൽ കൊണ്ടുണ്ടാവുന്നതാണ്. കൂടുതൽ പൊല്യൂഷൻ അറിയാം. സീ ലെവലിൽ ഇപ്പൊ കടലിൽ തന്നെ പൊല്യൂഷൻ വളരെ കൂടുതലാണ്. അപ്പോ ഇതുപോലെ ഹെവി മെറ്റൽസിന്റെ ഒക്കെ കോൺസെൻട്രേഷൻ കൂടി വരുന്നുണ്ട്. അപ്പൊ ചില ഹൈ ലെവൽസ് ഓഫ് ഈ മെർക്കുറി, അത് എന്താ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയും. നമ്മൾ ഈ ഫുഡ് വെബില് ഏറ്റവും താഴത്തെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് വരുന്തോറും നമ്മൾ ആ ഭക്ഷ്യ ശൃംഖലയിലുള്ള ഈ ഹെവി മെറ്റൽസ് അല്ലെങ്കിൽ ടോക്സിൻസ് നമ്മൾ കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യും. അപ്പൊ ട്യൂണ അതുപോലെയുള്ള ഈ കാർണിവോറസ് ആയിട്ടുള്ള പ്രിഡേറ്ററി ഫിഷസ് നമുക്ക് ചില സമയത്ത് പ്രിവെന്റ് ചെയ്യാറുണ്ട്. കുട്ടികളിലും അല്ലെങ്കിൽ എന്താ പറയാ പ്രഗ്നന്റ് വുമൺ, അതിലൊക്കെ റെസ്ട്രിക്ട് ചെയ്യാറുണ്ട് ട്യൂണ പോലെയുള്ള ഫിഷസ്. അപ്പൊ കാരണം ഈ മെർക്കുറി കണ്ടന്റ് ചിലപ്പോൾ ഹൈ ലെവലിലാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഹെവി മെറ്റലിന്റെ റിസ്ക് ഉണ്ട്. പിന്നെ ഈ കണ്ടാമിനൻസ് കൊണ്ടുവരുന്ന എന്താ പറയാ പലതരത്തിലുള്ള ഡയോക്സിൻസ്, PCBs, ഡയോക്സിൻസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എൻവയറമെന്റൽ കണ്ടാമിനൻസ്, പെസ്റ്റിസൈഡ്സ്, അതൊക്കെ ഫിഷിൽ അക്യുമുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഫിഷില് എന്താ പറയാ ഈ പിന്നെ ചില ഈ ഷെൽ ഫിഷിൽ ചില ഹാർംഫുൾ ബയോടോക്സിൻസ് ഉണ്ട്. ഇവർ ഈ ആൽഗേനെ ഭക്ഷിക്കുന്നതാണ് ഈ സീ ഫുഡ് പല ജീവികളും. അപ്പൊ ഈ ചില ടോക്സിക് ആൽഗേനെ കഴിക്കുന്നതുകൊണ്ട് ചില നാച്ചുറൽ ബയോടോക്സിൻസും ചില ഏരിയയിലുള്ള ഇപ്പൊ റീഫ് ഫിഷസ്, എന്താ പറയാ ഈ പവിഴപ്പുറ്റുകളിലുള്ള ആ ഭാഗത്ത് കൂടുതൽ കിട്ടുന്ന ഫിഷസിന് ഇതുപോലെയുള്ള ടോക്സിൻസ് കാണാറുണ്ട്. അപ്പൊ ചില ഫിഷസിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതുപോലെ ബയോടോക്സിൻ റിസ്ക് കൊണ്ട്, ഇതുപോലെ എന്താ പറയാ എൻവയറമെന്റൽ പൊല്യൂഷൻ കെമിക്കൽസിന്റെ റിസ്ക് ഉണ്ട്, ഇതുപോലെ ഹെവി മെറ്റൽസ് റിസ്ക് ഉണ്ട്. ഈ റിസ്ക് ഇത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രേസബിലിറ്റി എന്നൊരു കൺസെപ്റ്റ് ആണ്. ട്രേസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സീ ഫുഡ് നമുക്ക് അതിന്റെ സോഴ്സ് വരെ ട്രേസ് ചെയ്യാൻ പറ്റണം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ. ഇപ്പൊ നമ്മൾ വീട്ടില് മത്സ്യം വാങ്ങിക്കുമ്പോഴും ഇതേ റിസ്കുകളൊക്കെ ഉണ്ട്. കാരണം നിങ്ങൾക്കറിയാം ഇപ്പോ കൂടുതലായിട്ടും ഈ എന്താ പറയാ പലതരത്തിലുള്ള കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുള്ള, അഡിറ്റീവ്സ് ആഡ് ചെയ്തിട്ടുള്ള ഈ മത്സ്യത്തിനെ അനധികൃതമായ രീതിയിൽ കൂടുതൽ അതിന് ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് ചില ഫോർമാലിൻ, അമോണിയ മുതലായിട്ടുള്ള കെമിക്കൽസ് ആഡ് ചെയ്യുന്നതായിട്ടുള്ള നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള റിസ്ക് ഈ സീ ഫുഡിനുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് ഒന്ന് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് റിലയബിൾ ആയിട്ടുള്ള സോഴ്സ്. കാരണം നല്ല കമ്പനികൾ അല്ലെങ്കിൽ എന്താ പറയാ പരമ്പരാഗത നമുക്ക് അറിയാവുന്ന സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയുക റിലയബിൾ ആയിട്ടുള്ള സോഴ്സ്, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നല്ല കമ്പനികളിൽ നിന്ന് വാങ്ങിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ. അപ്പോൾ സീ ഫുഡിന് ഇത്രയും ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള ചില ഹെൽത്ത് റിസ്കുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഗുണമുള്ള ഒരു ഫുഡ് ആണെങ്കിൽ കൂടി ഇതുപോലെ ഹെൽത്ത് റിസ്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ റിലയബിൾ സോഴ്സ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ സീ ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ. പിന്നെ മത്സ്യത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മറ്റ് മീറ്റ് പ്രോഡക്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ചീത്തയാകുന്ന ഒരു വസ്തുവാണ്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ മറ്റ് മീറ്റിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ടെറസ്ട്രിയൽ മീറ്റ് എന്ന് പറയാം. കാരണം അത് ഏത് ആവാസ വ്യവസ്ഥയിലാണോ ആ ജീവികളുള്ളത് ആ ആവാസ വ്യവസ്ഥയിൽ വെച്ച് തന്നെ അതിനെ കള്ള് ചെയ്തിട്ട്
ക്ലീൻ ചെയ്ത് പ്രോസസ് ചെയ്ത് നമ്മൾ ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അത് സെയിം എൻവയറമെന്റിലാണ് ഇതൊക്കെ നടക്കുന്നത്. പക്ഷെ ഫിഷിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഫിഷ് അക്വാട്ടിക് ആനിമലാന്ന് നമുക്കറിയാം, അക്വാട്ടിക് ഓർഗാനിസം ആണ്. അപ്പോൾ അത് ജീവിക്കുന്ന അതിന്റെ തനതായിട്ടുള്ള ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ടെമ്പറേച്ചർ ഭയങ്കര ഒരു ക്രൂഷ്യൽ ഫാക്ടറാണ് ഈ സ്പോയിലേജിൽ. ഇപ്പൊ ഫിഷ് ഒരു താണ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ജീവിനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഹയർ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊരു ബയോളജിക്കൽ ലോ അനുസരിച്ച് ഓരോ ഡിഗ്രി ടെമ്പറേച്ചർ കൂടുന്തോറും ഈ എന്താ പറയുക ബയോകെമിക്കൽ ആക്ടിവിറ്റീസ്, ഈ സ്പോയിലേജ് എന്ന് പറഞ്ഞ ഒരു ബയോകെമിക്കൽ ആക്ടിവിറ്റി ആണ്, അത് ഏകദേശം ഒരു 10% കൂടും എന്നാണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന്റെ റേറ്റ് കൂടുതലായിരിക്കും. ലോഗരിതമിക് സ്കെയിലാണ് അത് കൂടുന്നത്, റേറ്റ് ഓഫ് സ്പോയിലേജ് ആൻഡ് റേറ്റ് ഓഫ് ബയോകെമിക്കൽ റിയാക്ഷൻ. അതുകൊണ്ട് ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം വളരെ പ്രധാനമാണ്. പിന്നെ ഫിഷിന്റെ പുറമേ തന്നെ അത് അക്വാട്ടിക് എൻവയറമെന്റ് ആയതുകൊണ്ട് അക്വാട്ടിക് എൻവയറമെന്റിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, സൂക്ഷ്മജീവികൾ. അപ്പൊ ഫിഷിന്റെ ബോഡിയിൽ ഒരുപാട് സൂക്ഷ്മജീവികളുടെ എണ്ണം മറ്റ് ജീവികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതും ഒരു കാരണമാണ് അതിന്റെ കൂടുതൽ പെട്ടെന്ന് തന്നെ സ്പോയിലേജ് ആവാനുള്ളത്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഫിഷ് പെട്ടെന്ന് തന്നെ സ്പോയിലേജ് ആവുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതും ഒരു ഘടകമാണ്. കാരണം നമ്മൾ ഫിഷിനെ പെട്ടെന്ന് സ്പോയിൽ ചെയ്ത് ഫിഷിനെ കൈകാര്യം ചെയ്യേണ്ട രീതിയിലല്ല നമ്മൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഈ നമ്മൾ പറയുന്നതിന്റെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് തന്നെ അതിന് എതിരെ പ്രവർത്തിക്കുക എന്ന് പറയില്ല. ഇത് ഹൈ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മാത്രമല്ല ന്യൂട്രീഷൻ വേണ്ടത്, മൈക്രോ ഓർഗാനിസത്തിനും വേണം. അപ്പൊ മൈക്രോ ഓർഗാനിസവും മനുഷ്യരും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. അപ്പൊ മൈക്രോ ഓർഗാനിസം വിജയിക്കുമ്പോൾ അത് സ്പോയിലേജ് ആവും, നമ്മൾ വിജയിക്കുമ്പോൾ അത് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും. അപ്പൊ അതാണ് കാരണം ഇതൊരു ടൈം ബോംബാണ്. ലൈക്ക് ഇതെന്താ പറയാ, ഈ സീ ഫുഡ് എന്ന് പറയുന്നത് 2 ഫാക്ടേഴ്സ് വളരെ പ്രധാനമാണ്, ടൈം ആൻഡ് ടെമ്പറേച്ചർ. ഈ സീ ഫുഡിനെ ജനറൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ടൈം ആൻഡ് ടെമ്പറേച്ചർ 2 പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. അപ്പോ ഫിഷ് ക്വാളിറ്റി ഇപ്പൊ നമുക്ക് പലപ്പോഴും ഇത് പഴയ തലമുറയോട് ഇത് പറയേണ്ട കാര്യമില്ല. കാരണം ഒരു ഫിഷ് സെലക്ട് ചെയ്യുന്ന അല്ലേ, പലരും എന്താ അച്ഛനമ്മയും ഗ്രാൻഡ് ഫാദേഴ്സ് ഒക്കെ ഈ ചെകിള ബുക്ക് നോക്കുന്നതൊക്കെ കാണാം. അപ്പൊ പലപ്പോഴും അപ്പൊ ഇതിന്റെ ഈ സീ ഫുഡ് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്, ഒരു സയന്റിഫിക് പ്രോസസ് ആണ്. കാരണം ഫിഷസ് പറഞ്ഞ പോലെ പല വിഭാഗമുണ്ട്. ഇപ്പൊ പലപ്പോഴും തെറ്റിപ്പോകും. നമുക്ക് മാർക്കറ്റിൽ പോയി ഇപ്പൊ ചിക്കൻ വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്ക് അങ്ങനെ അല്ലെങ്കിൽ മട്ടൺ വാങ്ങിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീറ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ അത്രയും കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. കാരണം ആ വെറൈറ്റി നമുക്കറിയാം, ഇന്ന വെറൈറ്റീസേ ഉള്ളൂ. പക്ഷെ മത്സ്യം വാങ്ങിക്കാൻ പോകുമ്പോൾ അങ്ങനെയല്ല. കാരണം ഒരു മത്സ്യ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം കുറഞ്ഞൊരു 50-60 തരം ഫിഷസ് എങ്കിലും ഒരു ചെറിയ മീൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ മത്സ്യ മാർക്കറ്റിൽ കാണാൻ സാധിക്കും. അപ്പൊ ഏത് ഫിഷാണ് എന്നുള്ളതിനെ കുറിച്ച് ജനറൽ ആയിട്ടൊരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് പോയിട്ട് ഫിഷ് സെലക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഓരോ മത്സ്യത്തിനും അതിന്റെ രൂപവും ഭാവവും ഒക്കെ വ്യത്യാസമുണ്ട്, അതിന്റെ കളറ് വ്യത്യാസമുണ്ട്. അപ്പൊ ആ കളറ് ഒരു മത്സ്യത്തിന്റെ കളർ അതിന്റെ തനതായ കളർ തന്നെയാണോ എന്ന് അറിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് പറ്റിക്കപ്പെടാം. അത് പലപ്പോഴും ഈ നമ്മുടെ കരിമീനും തിലാപ്പിയായിട്ട് പലപ്പോഴും പലർക്കും അത് തെറ്റിപ്പോവാറുണ്ട്. അപ്പൊ അതുപോലെയുള്ള മൈന്യൂട്ട് വ്യത്യാസങ്ങൾ അത് സ്ഥിരമായിട്ട് ഫിഷ് വാങ്ങിക്കുന്നവരല്ലെങ്കിൽ അങ്ങനെ തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മത്സ്യത്തിന് ചില കാര്യങ്ങളുണ്ട്. അത് കാരണം നമ്മൾ ഈ മത്സ്യം തൊട്ട് നോക്കുക എന്ന് പറയും. ഇപ്പൊ തൊട്ട് നോക്കുമ്പോൾ അത് കുഴിഞ്ഞു പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അത് കേടായതെന്നുള്ളതാണ്. ശരിക്കും ഒരു എലാസ്റ്റിക് മീറ്റ് ആയിരിക്കണം. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അത് എലാസ്റ്റിക്, ആ മീറ്റിന് ഒരു എലാസ്റ്റിസിറ്റി വേണം. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ ഫിഷ് വാങ്ങിക്കുമ്പോൾ. പിന്നെ നമ്മുടെ ഈ എന്താ പറയാ, ഈ ബെല്ലി ഒക്കെ പൊട്ടിയിരിക്കുന്ന മത്സ്യങ്ങളുണ്ട്, ഈ വയറൊക്കെ ഇത്തിരി ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നത്, അതൊക്കെ ഈ സ്പോയിലേജിന്റെ ആരംഭമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചില ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ ചെകിള ചുവന്നിരിക്കുക. പക്ഷെ അതിപ്പോ ചില സമയത്ത് ചില ഫിഷസിന് ഇപ്പോ ചെകിള ചുമന്നിരിക്കാനുള്ള ഡൈ ഉപയോഗിക്കുന്നതായിട്ടൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ചെകിള ഇപ്പൊ ഒരു റിലയബിൾ ഫാക്ടർ ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഐസും കണ്ണ് വളരെ ക്ലിയർ ആയിരിക്കണം. ക്ലോഗ്ഡ് കണ്ണ്, ചില കണ്ണ് എന്താ പറയാ ഈ ക്ലോഗ് ആയിട്ട് കാണും. അതൊക്കെ സ്പോയിലേജിന്റെ തുടക്കമാണ്. ക്ലിയർ ആയിട്ടുള്ള കണ്ണായിരിക്കണം. അതുപോലെ പ്രൊട്രൂഡ് ചെയ്യരുത് കണ്ണ്. അതുപോലെ തന്നെ സ്കിൻ ആ ഷൈനി ടെക്സ്ചർ, ഈ ശൽക്കങ്ങളൊന്നും ഇങ്ങനെ അടർന്നു പോയിട്ടുണ്ടാകാൻ പാടില്ല. ഇതുപോലെ പല കാര്യങ്ങളും. പിന്നെ ഓർഡറാണ്. നല്ല ഫ്രഷ് മത്സ്യത്തിന് ശരിക്കും സ്മെല്ല് ഒരു സീ സ്മെല്ലാണ്, കടലിന്റെ സ്മെല്ലാണ്. ഈ ചീഞ്ഞ സ്മെല്ല് മത്സ്യത്തിന്റെ തനതായ സ്മെല്ലാണെന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. അത് ചീഞ്ഞത് കൊണ്ട് തന്നെയുള്ള സ്മെല്ലാണ് അത് ശരിക്കും. അപ്പൊ ശരിക്കും നല്ലൊരു ഫ്രഷ് സീ ഫുഡ് അല്ലെങ്കിൽ ഫ്രഷ് മത്സ്യത്തിനെ കൈകാര്യം ചെയ്തവർക്ക് അറിയാം, വലിയ സ്മെല്ലും ഒന്നും പറയാനില്ല. അപ്പൊ അതൊക്കെ ഒരു നാച്ചുറൽ ചില ബേസിക് ക്വാളിറ്റീസ്, ഇതെല്ലാം തന്നെ ഒരു ആകത്തുകയായിട്ട്
വിലയിരുത്താൻ സാധിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു മത്സ്യം പോയി വാങ്ങിക്കാൻ പറ്റുക. പിന്നെ വളരെ എളുപ്പത്തിൽ നോക്കാൻ പറ്റുന്ന ഈ ഐസിന്റെ ഉപയോഗം, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മത്സ്യം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെ ഐസാണ്. അപ്പൊ 1 കിലോ ഫിഷിന് 1 കിലോ ഐസ് ഉപയോഗിക്കണം എന്നാണ് കണക്ക്. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഐസ് വെറുതെ ഒരു പേരിന് ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനത്തെ ഉള്ള ഫിഷസ് അവോയ്ഡ് ചെയ്യും. നന്നായിട്ട് ഐസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ഫിഷിന് ക്വാളിറ്റിയിൽ ശ്രദ്ധ കൊടുക്കുന്നവരാണ് എന്നുള്ളൊരു ധാരണ കൂടി നമുക്ക് അതിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള നല്ല മത്സ്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ മത്സ്യം ഇപ്പൊ ആരെങ്കിലും മത്സ്യം സംബന്ധിച്ചിട്ട് ഏതെങ്കിലും ബിസിനസ്സോ ഇതൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ മത്സ്യം അല്ലെ സീ ഫുഡിനെ ഒരു റോ മെറ്റീരിയൽ ആക്കി ഒരു അസംസ്കൃത വസ്തുവാക്കി ബേസ് ആക്കിയിട്ട് പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന്റെ ലോജിസ്റ്റിക്സ്. സീ ഫുഡിന്റെ ലോജിസ്റ്റിക്സിൽ ഏറ്റവും പ്രധാനമാണ് കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്. കോൾഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ടൈം, ടെമ്പറേച്ചർ എന്നുള്ള 2 ഫാക്ടർ, സമയവും ഊഷ്മാവും. അപ്പൊ ഇത് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവില് നമുക്ക് കൺസ്യൂമേഴ്സിന് എത്തിക്കാൻ പറ്റുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് സീ ഫുഡ് നല്ല പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കോൾഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല, ഒരു ടെമ്പറേച്ചർ, കാരണം ഒരു ചിൽഡ് ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ നമുക്ക് ആവശ്യമുള്ളത് 4 ഡിഗ്രിക്ക് താഴെ ഉള്ള ടെമ്പറേച്ചർ ആണ് നമുക്ക് ഏറ്റവും മിനിമം വേണ്ടത്, ചിൽഡ് സ്റ്റോറേജ്. അത് അവിടുന്ന് താഴോട്ട് എത്ര വേണമെങ്കിലും, എത്ര പോകുന്നോ അത്രയും കൂടുതൽ സമയം നമുക്ക് 4 ഡിഗ്രിക്ക് താഴെ എത്ര പോകുന്നോ അത്രയും കൂടുതൽ സമയം നമുക്ക് മത്സ്യം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് ടെമ്പറേച്ചറും ടൈമും തമ്മിൽ. കുറഞ്ഞ ടെമ്പറേച്ചർ കൂടുന്നതോറും അതിന്റെ ഷെൽഫ് ലൈഫ് കുറയും, ടെമ്പറേച്ചർ കുറയുന്നതോറും ഷെൽഫ് ലൈഫ് കൂടുകയും ചെയ്യും. അതാണ് സീ ഫുഡിന്റെ ഒരു പ്രത്യേകത. പിന്നെ അറിയാം, മത്സ്യ സംസ്കരണം അത് ഞങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് മത്സ്യ സംസ്കരണം അല്ലെങ്കിൽ ഫിഷ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അത് വേറെ ഒന്നുമല്ല, ലളിതമായിട്ട് പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയാ, നമുക്ക് അതിന്റെ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന സീ ഫുഡിനെ പല തരത്തിലുള്ള രൂപമാറ്റങ്ങൾ വരുത്തിയിട്ട് അത് കൺസ്യൂമറിലേക്ക് എത്തുക എന്നുള്ളതാണ്. പല രൂപത്തിൽ കൺസ്യൂമറിലേക്ക് പല രൂപത്തിൽ എത്തിക്കാം. ഒന്ന് റെഡി ടു കുക്ക് ആയിട്ട് എത്തിക്കാം, ആ കൺസ്യൂമറിന് വെട്ടി ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്, അതിന് റെഡി ടു കുക്ക് എന്ന് പറയാം. പിന്നെ മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം, റെഡി ടു ഫ്രൈ അങ്ങനെ കൊടുക്കാം. പിന്നെ റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ വാങ്ങിക്കുന്നത് നേരിട്ട് കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ. അപ്പൊ ഇങ്ങനെ പല രൂപത്തിലേക്ക് ഈ ഫ്രഷ് ഫിഷിനെ ഇങ്ങനെ പല രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്ന ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് ഫിഷ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സംസ്കാരമായിട്ട് ഫിഷിന്റെ ഒരു ബന്ധം, അത് നമുക്ക് വേൾഡ് ത്രൂ ഔട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 14,000 വർഷത്തോളം പഴക്കമുള്ളതാണ്. കാരണം മറ്റ് ഭക്ഷ്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ മത്സ്യവും വളരെ മുമ്പ് തന്നെ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ പല മതങ്ങളുടെയും അതിന്റെ ഉത്ഭവ സമയത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മത്സ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഈ ക്രിസ്ത്യൻ മതത്തിന് മുമ്പായിട്ടുള്ള ഒരു പേഗനിസം ഉണ്ടല്ലോ, പേഗൻ സംസ്കാരം. ആ സംസ്കാരത്തിൽ നിന്നാണ് ഈ ക്രിസ്ത്യൻ സംസ്കാരത്തിലേക്ക് നമുക്ക് കൂടുതലും ചില ബിംബങ്ങളൊക്കെ കടന്നു വന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സിമ്പിൾ ആണ് ഇക്തിസ് ഫിഷ് ഇക്തിസ് എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ. അത് ഫിഷിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്. അപ്പൊ അത് പലപ്പോഴും ഈ ഇക്തിസ് സിമ്പിള് പണ്ട് ഈ ക്രിസ്ത്യൻസിന്റെ ഒക്കെ വീട്ടില് നമ്മൾ ഓം വെക്കുന്ന പോലെ തന്നെ ഈ ഇക്തിസ് സിമ്പിൾ വെക്കാറുണ്ട് പഴയ പരമ്പരാഗതമായിട്ട്. അപ്പൊ അത് ക്രിസ്ത്യനാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ട് അവർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ക്രിസ്ത്യൻസിന് വളരെ പ്രധാനപ്പെട്ടാണ്. പിന്നെ ബുദ്ധിസത്തിൽ ഉപയോഗിക്കുന്ന ഗോൾഡൻ ഫിഷസ്, ഒരു പെയർ ഓഫ് ഫിഷസ് നമുക്ക് കാണാൻ സാധിക്കും. കോയ് ഫിഷസ് എന്ന് പറയുന്ന ഒരു പെയർ ഓഫ് 2 ഫിഷസ് അടങ്ങുന്ന ഒരു ചിഹ്നം, അത് ചൈനീസ് അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ആ ഒരു കൾച്ചറിൽ അതൊരു സിമ്പിൾ ഓഫ് ഹാപ്പിനെസ് ആണ്. അതിൽ ഫെങ്ഷുയിലൊക്കെ ഈ കോയ് ഫിഷസിന്റെ ഒരു പെയർ എപ്പോഴും ഒരു സിമ്പിൾ ഓഫ് ഹാപ്പിനെസ് കൊണ്ടുവരുന്ന ഒരു ഗുഡ് ഓമനായിട്ട് കരുതുന്നുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ടാണ്. പിന്നെ പണ്ട് ഈജിപ്ഷ്യൻ ഇതിൽ തന്നെ നമുക്കറിയാം, ഈജിപ്ഷ്യൻ ഡ്രോയിങ്സ് ഉണ്ട് പിരമിഡ്സിലൊക്കെ. ഈജിപ്ഷ്യൻ കൾച്ചറിൽ അവര് ഈ എസ്പെഷ്യലി നൈൽ തിലാപ്പിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ വസ്തുവായിരുന്നു ഈജിപ്ഷ്യന്റെ കൾച്ചറിൽ. പിന്നെ നമ്മുടെ മീനം രാശിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിന്റെ പ്രത്യേകത. അത് അതിന്റെ ഒരു പ്രത്യേകത നമുക്ക് അറിയാം. പിന്നെ ഈ ചില ഭക്ഷണ ശീലങ്ങളിലും ഈ മത്സ്യത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇസ്ലാമിൽ പറയുകയാണെങ്കിൽ ചില സമയത്ത് അവരുടെ ഒരു രീതിയിൽ ചില ഫിഷസ് വിത്തൗട്ട് സ്കെയിൽസ് അത് ഫോർബിഡൻ ആണ് അല്ലെങ്കിൽ ഹറാമാണെന്ന് പറയുന്നു. ഫിഷസ് വിത്തൗട്ട് സ്കെയിൽ, ഇപ്പൊ സ്കെയിൽസ് ഉള്ള ഫിഷസിനെ കഴിക്കാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കോഷർ അല്ലെങ്കിൽ ജുദൈസത്തിൽ പറയുന്ന
സെയിം ഒരു കൺസെപ്റ്റ് തന്നെ ജുഡൈസ്ഡിലാണ്. ഇപ്പൊ കോഷർ, ഹലാൽ എന്ന് പറയുന്നത് രണ്ട് ഫുഡ് റൂൾസ് ആണല്ലോ, റിലീജിയസ് ഫുഡ് കൾച്ചറാണ്, ഫുഡ് ട്രഡീഷൻസ് ആണ്. അപ്പൊ അതിൽ രണ്ടിലും ഫിഷിനെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭാഗത്തിലാണ് ഫിഷ് ഇതിനെ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പണ്ട് മുതൽ ഈ മത്സ്യം ഒരു ഭക്ഷണം എന്നുള്ള രീതി, കാരണം പലപ്പോഴും നമുക്കറിയാം, കാരണം ഈ പണ്ട് ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിരുന്ന സമയത്ത് പോലും ഈ മത്സ്യങ്ങളായിരിക്കണം നമുക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് ഹണ്ട് ചെയ്തിട്ടുണ്ടാവുക. കാരണം ഈ പലപ്പോഴും വേനൽക്കാലം വരുമ്പോൾ ഈ നമുക്കറിയാം വെള്ളം വറ്റിയിട്ട് ചെറിയ പഡിൽസ് ആവും. ഈ ആഫ്രിക്കൻ അവിടെ കാണുകയാണെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് ചെറിയ പഡിൽസ് ആയിട്ട് അതിൽ കൂടുതൽ ഫിഷസ് ഇങ്ങനെ കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അതിൽ നിന്നൊക്കെ ഫിഷിനെ ഗ്യാദർ ചെയ്യാനോ ഹണ്ട് ചെയ്യാനോ ഒക്കെ എളുപ്പമാണ്. അപ്പൊ ശരിക്കും വേനൽക്കാല സമയത്ത് വെള്ളം കുറയുന്നുണ്ട്. അപ്പൊ ഫിഷസ് ആയിരിക്കണം എന്നാണ് പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ ആനിമൽ മീറ്റ് കഴിച്ചു തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻ കൾച്ചറിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് മത്സ്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരുന്നത് ദശാവതാരമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിഷ്ണുവിന്റെ ഒന്നാമത്തെ അവതാരം. അത് കഥ ഞാൻ പറയേണ്ട കാര്യമില്ല. മനു സംഹിതയായിട്ടും മനു പുരാണത്തില്, മത്സ്യപുരാണത്തിൽ പറയുന്നതാണ്. മനുവിനെ രക്ഷപ്പെടുത്തി മറ്റേ എന്താ പറയാ, വലിയ ഫ്ലഡ് ഉണ്ടല്ലോ, എന്താ പറയാ, പ്രളയത്തില് വരുന്ന രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു മത്സ്യമായിട്ട് ഭഗവാൻ അവതരിച്ച കഥകളുണ്ട്. പിന്നെ അതില് വേദങ്ങൾ അപഹരിച്ച ഒരു അസുരനെ കൊന്ന് 4 വേദങ്ങളുമായിട്ട് മത്സ്യരൂപത്തിൽ നിൽക്കുന്ന ഭഗവാന്റെ ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ പുരാണങ്ങളുമായിട്ട് ഒരുപാട് ബന്ധമാണ് ഈ മത്സ്യ രൂപത്തിന്. അത് മാത്രമല്ല, പലരും വേറൊരു രീതിയിൽ പറയുന്നത് നമ്മളുടെ ഈ ദശാവതാരം എടുക്കുകയാണെങ്കിൽ, കാരണം ഫസ്റ്റ് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമൻ, അങ്ങനെ ആ ഒരു ഓർഡറിലാണല്ലോ നമ്മുടെ ഈ അവതാരങ്ങൾ അലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ എവല്യൂഷനുമായിട്ട് ചിലരുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ കണ്ടു, നമ്മുടെ എവല്യൂഷനുമായിട്ട്. കാരണം എവല്യൂഷനിൽ നമ്മൾ പറയുന്നതാണ് വാട്ടറിലാണ് ജീവൻ ഉണ്ടായതെന്നാണ്, ജീവന്റെ ഉൽപ്പത്തി, ജീവോൽപത്തി വെള്ളത്തിലാണ് ഉണ്ടായതെന്ന് സയന്റിഫിക് ആയിട്ട് പ്രൂവൺ ആണ്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയുക, ഗ്രാജുവൽ പ്രോഗ്രഷൻ ആണ് നമ്മളുടെ ഈ അവതാരത്തിൽ കാണാൻ സാധിക്കും. കാരണം പൂർണ്ണമായിട്ടൊരു ജലജീവിയായിട്ടുള്ള മത്സ്യമാണ് ആദ്യത്തെ ആദ്യത്തെ അവതാരം. പിന്നെ വരുന്ന കൂർമ്മം എന്നുള്ളത് അത് കടലിലും കരയിലും കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു രൂപമാണ് ശരിക്കും കൂർമ്മം എന്ന് പറയുന്നത്, ആമ, ടോർട്ടോയ്സ്. അപ്പോ പിന്നെ വരുന്ന വരാഹം എന്ന് പറയുന്നത് ഈ ഒരു മാർഷി ഇതാണ്. കാരണം അത് വെള്ളത്തിലും പറ്റും, പക്ഷെ കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഈ വെറ്റ്ലാൻഡ്സിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു രൂപമാണ് വരാഹം എന്ന് പറയുന്നത്. പിന്നെ നരസിംഹം അതറിയാം, മനുഷ്യനും മൃഗവുമാണ്. അപ്പൊ അങ്ങനെ ഒരു ഗ്രാജുവൽ എവല്യൂഷണറി ട്രീ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഗ്രാജുവൽ പ്രോഗ്രഷൻ ഈ നമ്മുടെ ആ കൾച്ചറിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ മത്സ്യം വളരെ, അപ്പൊ അത് വളരെ യാദൃശ്ചികമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യത്തെ ദശാവതാരത്തിൽ ആദ്യത്തെ ഇത് തന്നെ മത്സ്യമായിട്ട് വന്നത്. അപ്പൊ അതൊരു നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ മത്സ്യപുരാണത്തിലെ കഥകൾ ഞാൻ പറയുന്നില്ല, നമ്മുടെ മിത്തോളജി, നമ്മുടെ പുരാണ ഇതുമായിട്ട്. പിന്നെ മത്സ്യപുരാണം ഒരു പ്രധാനപ്പെട്ട 18 പുരാണങ്ങളിൽ ഒന്നാണ് മത്സ്യപുരാണം. അപ്പൊ അതില് മത്സ്യ അവതാരവുമായിട്ട് ബന്ധപ്പെട്ട കഥകളും മനു രാജാവിന്റെ കഥകള്, ഫ്ലഡുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഇത്, പുരാണങ്ങളെ രക്ഷിച്ചു കൊണ്ടുവരുന്ന ആ ഒരു കഥകൾ, അപ്പൊ അതൊക്കെ നമ്മളുടെ പുരാണങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മത്സ്യത്തിന് എല്ലാ നമ്മുടെ എന്താ പറയാ എപ്പിക്സിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കാരണം മഹാഭാരതത്തില് പല ഘട്ടത്തിലും അർജുൻ ഒരു ഫിഷിനെ ആണ് നമ്മള് മറ്റേ റിഫ്ലക്ഷൻ നോക്കിയിട്ട്, അല്ലെ, അതിന്റെ റിഫ്ലക്ഷൻ നോക്കിയിട്ടാണ് അർജുനൻ അമ്പ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു മത്സ്യരൂപത്തിലേക്കാണ് അമ്പ് ചെയ്യുന്നത്. പിന്നെ സത്യവതിയുടെ ആ കഥകൾ അറിയാം, ഒരു മത്സ്യ കുടുംബം അങ്ങനെ വന്ന മത്സ്യഗന്ധി എന്ന് പേരുള്ള സത്യവതിയുടെ കഥകൾ. അപ്പം മഹാഭാരതത്തിൽ വളരെ സിഗ്നിഫിക്കന്റ് ആണ് നമ്മുടെ ഈ മത്സ്യം എന്നുള്ളത്. അപ്പൊ നമ്മുടെ കൾച്ചറുമായിട്ട് ഒരുപാട് ബന്ധം ഈ മത്സ്യത്തിനുണ്ട്. പിന്നെ നമ്മുടെ പഴയ രാജവംശം അല്ലെങ്കിൽ എന്താ പറയാ കിങ്ഡം നോക്കുകയാണെങ്കിൽ, പാണ്ഡ്യ രാജവംശമൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഫിഷ് ഒരു സിമ്പിൾ ആണ്. കാരണം എന്താ പറയാ, ഒരു റോയൽ സിമ്പിൾ ആയിട്ട് ഫിഷിനെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴും നമ്മളുടെ UP ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സീലില് ഫിഷസ് അവൈലബിൾ ആണ്. ഫിഷസ് ഒരു പ്രധാനപ്പെട്ട ചിഹ്നങ്ങളായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ ബീഹാർ
ആ മേഖലകളിൽ മധുബനി പെയിന്റിങ്ങിൽ ശ്രദ്ധിച്ചറിയാം വളരെ ഫിഷ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് കൂടുതലായിട്ടുള്ള അതിൻ്റെതായ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മളുടെ ഫുഡ് കൾച്ചറിൽ ഈ മത്സ്യത്തിന്റെ ഒരു പ്രധാനം ഒരു ഡിഫറൻസ്, അതിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്കറിയാം പല ഈ സ്ട്രിക്റ്റ് വെജിറ്റേറിയൻസ് പല നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. നമ്മുടെ കൾച്ചറിൽ പലതരത്തിൽ സ്ട്രിക്റ്റ്, എസ്പെഷ്യലി ബ്രാഹ്മിൻസ് സ്ട്രിക്റ്റ് വെജിറ്റേറിയൻസ് ആണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ പല കൾച്ചറിലും നമുക്ക് ഒരു പിസോ വെജിറ്റേറിയനിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പലരും പാലിക്കുന്നുണ്ട്. പിസോ വെജിറ്റേറിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റേറിയൻസ് ആണ്, പക്ഷെ മത്സ്യം കഴിക്കുന്ന വെജിറ്റേറിയൻസ് വളരെ ഒരു സിഗ്നിഫിക്കന്റ്, നമ്മൾ ഈ പറയുന്ന വെജിറ്റേറിയൻസിന്റെ ഉള്ളിൽ തന്നെ പിസോ വെജിറ്റേറിയൻസ് എന്ന് പറഞ്ഞൊരു വലിയൊരു വിഭാഗം നിലവിലുണ്ട്. അത് പലപ്പോഴും ഈ കൊങ്കൺ ഏരിയ എന്ന് വരുന്ന സാരസ്വത് ബ്രാഹ്മിൻസ് അവര് ഫോളോ ചെയ്യുന്ന പിസോ വെജിറ്റേറിയൻസ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫിഷിനെ അത് നോൺ വെജിറ്റേറിയൻ ആയിട്ടല്ല പലപ്പോഴും നമ്മളുടെ ഒരു ഫുഡ് കൾച്ചറിൽ കൺസിഡർ ചെയ്യുന്നത്. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അത് മിക്കപ്പോഴും പല റിലീജിയനിലും ഫിഷിനെ പലപ്പോഴും പല റിലീജിയൻസും റെസ്ട്രിക്ട് ചെയ്യുന്നു, പല ഫുഡും റെസ്ട്രിക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് പല കൾച്ചറിലും, എസ്പെഷ്യലി റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സിൽ. പക്ഷെ ഫിഷിനെ മിക്ക റിലീജിയൻസും ഒരു ആക്സെപ്റ്റബിൾ ഫുഡ് ഐറ്റം ആയിട്ട് കരുതുന്നതായിട്ടാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുക. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ പറയുന്ന പീസോ വെജിറ്റേറിയനിസം എന്ന് പറയുന്നത്. ഇപ്പൊ സരസ്വത അത് പറയുന്നതെന്നുണ്ടെങ്കിൽ മറ്റേ സരസ്വത റിവർ അവരവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തതാണല്ലോ. സരസ്വത നദി ഡ്രൈ ആയി പോയി, ഉണങ്ങിപ്പോയി. അപ്പോ അവർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ സീ ഫുഡ്, അങ്ങനെയാണ് ഫിഷ് കഴിക്കാൻ തുടങ്ങിയതെന്നാണ് ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഫിഷ് അവര് പറയുന്നതിന് സീ വെജിറ്റബിൾ അല്ലെങ്കിൽ ജൽക്കായ് എന്നാണ് അവര് ഈ സീ ഫുഡിനെ വിളിക്കുന്നത്. അപ്പൊ അത് ഫിഷിനെ ഒരു നോൺ വെജിറ്റേറിയൻ ഐറ്റം ആയിട്ടല്ല അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതൊരു വളരെ പ്രധാനമാണ്. പിന്നെ മിഥില, നമുക്കറിയാം മിഥില രാജ്യം, നമ്മുടെ സീതാദേവിയുടെ രാജ്യം മിഥില, ബീഹാറിലുള്ള, അത് അവര് പാരമ്പര്യമായിട്ട് തന്നെ അവര് ഫിഷ് വളരെ പ്രധാനപ്പെട്ടാണ്. ബനാന ഫ്ലവർ, കൊക്കേഷ്യ ലീവ്സ് ആൻഡ് ഫിഷ്, അതവിടെ ഒരു സ്റ്റേബിൾ ഡയറ്റ് ആണ്. ഒരു പണ്ട് വർഷങ്ങളായിട്ട് തന്നെ ആ മിഥില പ്രദേശത്തുള്ളവരുടെ ഒരു സ്റ്റേബിൾ ഡയറ്റ് ആയിട്ടാണ് ഫിഷിനെ കരുതുന്നത്. അത് എല്ലാ മാരേജ്, ഉപനയനം, മുണ്ടൻ അല്ലെങ്കിൽ ഏത് റിലീജിയസ് പ്രാക്ടീസ് ആണെങ്കിൽ അതിൽ അവർ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഫിഷിനെ ഉൾപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കാണാൻ സാധിക്കുന്നത്, ഇതിൽ കൊടുത്തിരുന്ന പിക്ചർ വന്നിട്ടുണ്ടെങ്കിൽ ബംഗാളി ബ്രാഹ്മിൻസ് അത് പല അവരുടെ മംഗളകർമ്മങ്ങളിൽ ഫിഷിനെ ഒരു ഐറ്റമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു പൂജാകർമ്മങ്ങളിലാവട്ടെ അലങ്കരിച്ചിട്ടുള്ള റോഹു ഫിഷ്, ലേബിയോ റോഹിത എന്ന് പറയുന്ന റോഹു ഫിഷിനെ അവര് പല ചടങ്ങുകളിലും പല കർമ്മങ്ങളിലും ഉൾപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അവരുടെ ഫുഡിലും ഫിഷ് ഒരു സ്റ്റേബിൾ ഡയറ്റ് ആണ്. പലപ്പോഴും പലരും ഈ സ്ട്രിക്റ്റ് വെജിറ്റേറിയൻസ് ആണ് ബേസിക്കലി. അത് ഈവൻ ഓണിയൻ അല്ലെങ്കിൽ ഗാർലിക് അതുപോലുള്ള മണ്ണിന് താഴെ വളരുന്ന വെജിറ്റബിൾസ് വരെ ഉപേക്ഷിച്ചിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരു വിഭാഗമാണ്. പക്ഷെ ഫിഷിനെ അവർ അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ്. കൾച്ചറലി അത് ആ കോസ്റ്റൽ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാം, അതിന്റെ പ്രോട്ടീൻ അവൈലബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു പീസോ വെജിറ്റേറിയനിസം കൂടുതലായിട്ട് നമുക്ക് ഭാരതീയ ഒരു കൾച്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഫിഷ് റെസിപ്പിനെ കുറിച്ച് വളരെ മുമ്പ് തന്നെ നമുക്ക് 12th സെഞ്ച്വറി അല്ലെങ്കിൽ 12ാം ശതകത്തിലുള്ള ഒരു ബുക്കുണ്ട്, മാനസോല്ലാസ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ്. അതൊരു 12th സെഞ്ച്വറി സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ആണ്, കമ്പോസ്ഡ് ബൈ കല്യാണി ചാലുക്യ കിങ് സോമേശ്വര തേർഡ് എന്ന് പറയുന്ന ഒരു കർണാടകയിലുള്ള 12th സെഞ്ച്വറിയിൽ ഒരു രാജാവ് എഴുതിയിട്ടുള്ള വളരെ, ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഓൾഡസ്റ്റ് ബുക്ക് എന്ന് വെച്ചാൽ വിത്ത് ഫിഷ് റെസിപ്പി. ഫിഷ് എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഫിഷ് റെസിപ്പി ആദ്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പഴയ ഒരു ബുക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഇത് മാനസോല്ലാസം എന്ന് പറയുന്നത്, 12ാം ശതകത്തിലുള്ള. അപ്പൊ അങ്ങനെ അതിൽ കൃത്യമായിട്ട് ഒരു ഫിഷ് റെസിപ്പി പറയുന്നത്, പലതരത്തിലുള്ള ഫിഷ് റെസിപ്പി മാത്രമല്ല പല റെസിപ്പികളും പറയുന്നത്, പക്ഷെ ഫിഷിനെ വളരെ പ്രാധാന്യത്തോടെ ആ ബുക്കിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഭാരതത്തില് ഈ കാർഷിക ഉത്സവങ്ങളുണ്ട്. നമ്മുടെ വിഷു അല്ലെങ്കിൽ ബിഹു എന്നൊക്കെ പറയുന്ന പോലെ കാർഷിക ഉത്സവങ്ങൾ പോലെ തന്നെ മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ട പല ഫെസ്റ്റിവൽസും നമ്മുടെ നാട്ടില്, ഇന്ത്യയിലെ പല സ്റ്റേറ്റ്, എസ്പെഷ്യലി കോസ്റ്റൽ സ്റ്റേറ്റ്സിലാണ് പ്രധാനമായിട്ട് കാണാൻ സാധിക്കുക. അവരുമായിട്ട് ബന്ധപ്പെട്ട
പല ഉത്സവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഓരോ സ്റ്റേറ്റിലും ഓരോ സ്റ്റേറ്റിലും ഞാൻ നേരത്തെ പറഞ്ഞു ലോക്കൽ അവൈലബിലിറ്റിനെ കുറിച്ച് പറഞ്ഞു. ഫിഷ് ഇപ്പൊ ഓരോ നാട്ടിലും ഓരോ ഫിഷ്, ഓരോ ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് ഫിഷ് ആയിരിക്കും ഓരോ നാട്ടിലും ഉണ്ടാവുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഓരോ നാട്ടിലെയും ഫുഡ് കൾച്ചർ ഡെവലപ്പ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. അപ്പൊ ഓരോ നാട്ടിലും നമ്മുടെ വെസ്റ്റ് ബംഗാൾ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഹിൽസ എന്ന് പറഞ്ഞിട്ടൊരു ഫിഷ് ഉണ്ട്. അത് ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ അവിടെയാണ് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഹിൽസ ഫിഷ് നമ്മുടെ ഇവിടെയൊക്കെ നെയ്മീൻ എന്ന് പറയുന്ന പോലെയാണ്, അതിനെക്കാട്ടിലും കൂടുതൽ വിലയാണെന്ന് എനിക്ക് തോന്നുന്നത് ഹിൽസ ഫിഷ്. അപ്പോൾ ആ ഫിഷ് വെച്ചിട്ടുള്ള പലതരത്തിലുള്ള ഓരോ നാടുകളിലെയും ഇതുണ്ട്. അപ്പൊ അതിന്റെ ഞാൻ പണ്ട് CIFTയിൽ വർക്ക് ചെയ്യുന്നപ്പോൾ ഇതുപോലത്തെ നമ്മുടെ ഓരോ റീജിയണൽ റെസിപ്പീസിനെയും സ്റ്റാൻഡർഡൈസ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ക്യാൻ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്, ക്യാൻ പ്രോഡക്റ്റ്. അപ്പൊ അതില് റീജിയണൽ റെസിപ്പീസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യും. അപ്പൊ ഞങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വളരെ ഒരു 10-30ഓളം ഡിഫറെന്റ് റെസിപ്പീസ് നമുക്ക് അവൈലബിൾ ആണ്. അത് സീ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ അത്രയും വൈവിധ്യമായിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് ഈ സീ ഫുഡ് എന്ന് പറയുന്നത്. വെസ്റ്റ് ബംഗാളിലെ ഓരോരുത്തരും അതിൻ്റെതായിട്ടുള്ള ഭാഷയാണ്. പിന്നെ അതിൽ മസ്റ്റാർഡ് ഓയിൽ, ഇപ്പൊ ഉപയോഗിക്കുന്ന ഓയില്, ഉപയോഗിക്കുന്ന സ്പൈസസ് ഇതൊക്കെ മാറി മാറി വരും. നമ്മൾ ഓരോ നാട്ടിൽ വരും. വെസ്റ്റ് ബംഗാളിൽ ഒരു രീതിയാണ്, പിന്നെ ഒറീസയിൽ വരുമ്പോൾ അത് വേറൊരു രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ആന്ധ്രയിൽ വരുമ്പോൾ കുറച്ചും കൂടി വേറൊരു ഉപയോഗിക്കുന്ന ഫിഷിന്റെ സ്പൈസ്, ഉപയോഗിക്കുന്ന ഫിഷിന്റെ വ്യത്യാസം, സ്പൈസിന്റെ വ്യത്യാസം, കുക്കിംഗ് രീതിയൊക്കെ വളരെ മാറുന്നുണ്ട്. തമിഴ്നാട്ടില് അതുപോലെ തന്നെ അറിയാം. പിന്നെ കേരളത്തെ കുറിച്ച് നമ്മൾ പറയേണ്ട കരിമീൻ പൊള്ളിച്ചത്, അതുപോലെയുള്ള അതിന് തനതായിട്ടുള്ള കേരളത്തിന്റെ കോക്കനട്ട് ഓയിലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം വരുന്നത്, അത് വെച്ചുണ്ടാക്കുന്ന ഒരുപാട് മത്സ്യ വിഭവങ്ങളുണ്ട്. കർണാടകയിൽ നേരത്തെ പറഞ്ഞ പോലെ കൊങ്കൺ ആ ഏരിയയിൽ ഫിഷസ്, മാംഗ്ലൂർ ഫിഷ് റെസിപ്പീസ് വളരെ ഫേമസ് ആണ്. ഗോവൻ ഫിഷ്, അത് വളരെ പ്രധാനപ്പെട്ട ഗോവൻ മാക്രൽ ഫിഷ് കറി, അതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള. അതുപോലെ മഹാരാഷ്ട്രയിലാണ് ബോംബെ ഡക്ക് എന്നൊരു ഫിഷ് ഉള്ളത്. അപ്പൊ ബോംബെ ഡക്ക് ആ ഒരു ബൊംബിൽ എന്ന് വിളിക്കുന്ന ഒരു ഫിഷസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള റെസിപ്പീസ് മഹാരാഷ്ട്രയിൽ ഭയങ്കര ഫേമസ് ആണ്. ഈവൻ ഗുജറാത്തിൽ പോലും കൂടുതലും നോൺ വെജിറ്റേറിയൻസ് കുറവായിട്ടുള്ള ഗുജറാത്തിൽ പോലും ഫിഷിന്റെ വളരെ വൈവിധ്യമായിട്ടുള്ള സീ ഫുഡിന്റെ പലതരത്തിലുള്ള റെസിപ്പീസ് അവൈലബിൾ ആണ്. പിന്നെ നോർത്ത് ഈസ്റ്റിൽ പ്രത്യേകിച്ചും അത് ഫിഷ് വളരെ കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്, നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫെർമെന്റഡ് ഫിഷസ് ആണ്. കാരണം അത് കുറച്ചും കൂടി ഹില്ലി ഏരിയ ആയതുകൊണ്ട് ഈ മത്സ്യം അല്ലെങ്കിൽ ശുദ്ധജല മത്സ്യങ്ങളാണ് ഉള്ളത്. പക്ഷെ ആ മത്സ്യം കേടുകൂടാതെ സൂക്ഷിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പൊ ഫെർമെന്റ് ചെയ്തത് ബാംബൂ ഷൂട്ട്സ്, നമ്മുടെ ഈ മുളയുടെ ബാംബൂ ഷൂട്ട്സ് ഉപയോഗിച്ചിട്ട് അതിനെ ഫെർമെന്റ് ചെയ്തിട്ട് ആ രീതിയിലുള്ള ഒരു പ്രത്യേക പ്രിപ്പറേഷൻ ആണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുള്ളത് ഫിഷിന്റെ. പിന്നെ ഈവൻ ജമ്മു കാശ്മീരിൽ പോലും നമുക്ക് അതിന്റെ അവരുടെ തനതായിട്ടുള്ള ഒരു ഈ ലോട്ടസ് സ്റ്റെംസ് ഒക്കെ ഉപയോഗിച്ചിട്ട്, ഈ താമരയുടെ സ്റ്റെംസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഫിഷ് റെസിപ്പി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പഞ്ചാബിൽ വളരെ ഫേമസ് ആയിട്ടുള്ള അമൃത്സറി ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ പോലെ തന്നെ അമൃത്സറി ഫിഷ് ഫ്രൈ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. അപ്പൊ നമ്മുടെ ഓരോ കോസ്റ്റൽ സ്റ്റേറ്റ്സ് മാത്രമല്ല, ഓരോ സ്റ്റേറ്റ് എടുത്താലും ആ ഓരോ സ്റ്റേറ്റിനും അതിന്റെ തനതായിട്ടുള്ള ഒരു മത്സ്യ ഭക്ഷണ സംസ്കാരം അല്ലെങ്കിൽ റെസിപ്പി ക്യുസീൻ അത് ഇവഞ്ച്വലി ഡെവലപ്പ് ആയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മത്സ്യത്തിന് വളരെ, അത് മാത്രമല്ല ഗ്ലോബലി പറയുകയാണെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് പ്രോട്ടീൻ സോഴ്സ് ആണ്. നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഭക്ഷ്യ ഉൽപ്പന്നമാണ് ഫിഷ് എന്ന് പറയുന്നത്. ഏതാണ്ട് 3.1 ബില്യൺ പീപ്പിൾ ഒരു ഫിഷിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ ആ പ്രോട്ടീൻ റിക്വയർമെന്റ് ഇത് ചെയ്യുന്നത്. ചില രാജ്യങ്ങളിൽ ഓൾമോസ്റ്റ് 90% അവരുടെ പ്രോട്ടീനും ഫിഷിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഫിഷ് ശരിക്കും ഒരു സ്റ്റേബിൾ ഡയറ്റാണ്, ഒരു ചീപ്പ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ് ലോകത്ത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിസി ഡെവലപ്മെന്റ്സ് ആവശ്യമാണ്. കാരണം ഫിഷർമാൻ ഇപ്പോഴും ഈവൻ കർഷകർക്ക് കിട്ടുന്ന അത്ര പോലും ഇമ്പോർട്ടൻസ് ഫിഷർമാന് കിട്ടുന്നില്ല എന്ന് പലപ്പോഴും തോന്നുന്നു. കാരണം നമ്മൾ ഫിഷർമാൻ അവർ വളരെ എന്താ പറയാ ഡേഞ്ചറസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഫിഷർമാൻ. അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ ഡേഞ്ചറസ് ആണ്. അവരുടെ തൊഴിൽ എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചർ ഉള്ളതാണ്, ഹസാർഡ്സ് ഉള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. ഇപ്പൊ പലപ്പോഴും പലരും പറയുന്നുണ്ട് നമ്മൾ ഈ സ്പേസിലെ ആസ്ട്രോനോട്ട്സിന് എങ്ങനെ ഫീൽ ചെയ്യും എന്ന് നമുക്ക് ഇവിടെ നിന്ന്. കാരണം നമുക്ക് അതൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ഈ സ്പേസിൽ ഇത്രയും അനന്തമായിട്ടുള്ള ഒരു സ്പേസിലേക്ക് പോകുന്ന ആസ്ട്രോനോട്ട്സിന് എന്തായിരിക്കും അവരുടെ ആ ഫീലിംഗ് എന്ന് മനസ്സിലാക്കും. പക്ഷെ അത് മനസ്സിലാക്കാൻ അതിന്റെ ഒരു അംശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡീപ് സീയിലേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം ചുറ്റും അനന്തമായ കടല്, അതിന്റെ ഇടയിൽ വളരെ ഒരു എന്താ പറയുക ഒരു മിന്നാമിനിങ് പോലെ ആയിരിക്കും. ഈ നമ്മൾ എത്ര വലിയ ഷിപ്പ് എന്ന് പറഞ്ഞാലും കടലിന്റെ സൈസുമായിട്ട് നോക്കുമ്പോൾ ഒരു മിന്നാമിനിങ്ങിന്റെ അത്ര ഉണ്ടാവും. അപ്പോ ഡീപ് സീയിലേക്ക് പോയി അങ്ങനെ ഒരു കപ്പൽ യാത്ര നടത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ അനന്തവിഹായസ് നാലുപാടും അനന്തമായിട്ടുള്ള കടലായിരിക്കും.
അപ്പൊ ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ ആസ്ട്രോനോട്സ് വിൽ ബി ഫീലിംഗ് വെൻ ദേ ലുക്ക് ഇൻ ടു ദ സ്പേസ്. അപ്പൊ അത്രയും വിശാലമായിട്ടുള്ളതാണ് കടൽ എന്ന് പറഞ്ഞത്. വിശാലമായിട്ട് മാത്രമല്ല, അത്രയും ഡേഞ്ചറസും ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയി ഉപജീവനം കഴിക്കുന്നവരാണ് ഫിഷർമാൻ. അപ്പൊ അവർക്ക് വേണ്ട രീതിയിലുള്ള പോളിസീസ് ഇനി ഉണ്ടാവണം. കാരണം നമ്മളുടെ ഏതായാലും ഈ കഴിഞ്ഞ ഗവൺമെന്റ് സാഗർ സമ്പദ പ്രധാനമന്ത്രി മത്സ്യസമ്പദ സ്കീം ഏതാണ്ട് 10,000 കോടിയോളമാണ് വകയിരുത്തിയിട്ടുള്ളത്. അത് നമ്മളുടെ, പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് ഫിഷറീസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുകൾ വഴി അവരുടെ ആക്ടിവിറ്റി അനുസരിച്ച് ആ പറയുന്ന പൈസ ഫിഷർമാനിലേക്ക് എത്തുള്ളൂ. അപ്പോൾ കൂടുതൽ ഫിഷർമാൻ അനുകൂലമായിട്ടുള്ള പോളിസീസ് ഇനി ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. താങ്ക് യു അഖിലേഷ് സർ. നമുക്ക് 9 മണിയാകാറായി. എന്തായാലും ഒരു ചെറിയൊരു ചോദ്യോത്തര സെഷൻ ആവാം. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സാറിനോട് ഇപ്പൊ ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സർ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ പ്ലീസ്. ഈ നമ്മള് ഫിഷ് കേരളത്തില് ഏത് രീതിയിൽ കറി വെക്കുമ്പോഴാണ് ഈ പറഞ്ഞ മിനറൽസ്, പ്രോട്ടീൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ സേവ് ചെയ്യാൻ പറ്റുന്നതെന്നൊന്ന് പറഞ്ഞു തരാം. അതെപ്പോഴും നമുക്ക് അത് ഈ എന്താ പറയാ, ഇപ്പൊ നമ്മള് യൂറോപ്യൻസ് ആണ് ശരിക്കും മീറ്റ് കഴിക്കേണ്ടത്. നമ്മൾ യൂറോപ്യൻസിനെ കണ്ടിട്ട് വേണമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു ബേസിക് നമ്മൾ എന്ത് കൂടുതൽ നമ്മൾ ഏത് ഭക്ഷണമായാലും നമ്മൾ അതിനെ സ്പൈസസ് ആണ് ആക്ച്വലി നമ്മളുടെ ടേസ്റ്റ് വരുന്നത്. പലതരം സ്പൈസസും അത് ആഡ് ചെയ്തിട്ട് അപ്പൊ വളരെ മിനിമം ആയിട്ട് കുക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഈ എന്താ പറയാ, ഇവിടെ നമുക്ക് പലരും കഴിക്കുന്നുണ്ട് ബോയിൽ ചെയ്യുന്നുണ്ട്, സ്റ്റീം ഫിഷിനെ സ്റ്റീം ചെയ്തിട്ട് ബേസിക് സോസ് വെച്ചിട്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ മിനിമലിസ്റ്റിക് കുക്കിംഗ് ആണ് എപ്പോഴും. കാരണം സീ ഫുഡിന്റെ പ്രോട്ടീൻ നേരത്തെ പറഞ്ഞു, കാരണം വളരെ പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ആവുന്ന, അല്ലെങ്കിൽ മറ്റ് മീറ്റ് പോലെ അത്ര ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു സംഭവമാണ് ഫിഷ് എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ട് ഇങ്ങനെ തിളപ്പിച്ച് നശിപ്പിക്കുന്ന കാരണം പലപ്പോഴും ജനറലി നമ്മൾ ഇപ്പൊ പലപ്പോഴും ഈ ജപ്പാനീസിനെ കുറിച്ചൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവര് റോ ആയിട്ട് ഫിഷ് കഴിക്കുന്നവരാണ്. അപ്പൊ ഏറ്റവും ഹെൽത്തി പോപ്പുലേഷൻ എന്ന് പറയുന്നത് ജപ്പാനീസ് എന്ന് പറയും. ഈവൻ അവരുടെ ഓൾഡ് പോപ്പുലേഷൻ ഒക്കെ ഭയങ്കര ഹെൽത്തിയാണ്. അപ്പൊ അവര് റോ സീ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ നല്ല സീ ഫുഡ് ആണെങ്കിൽ അപ്പൊ മിനിമലായിട്ട് കുക്ക്. അപ്പൊ ഏതുകൊണ്ടും കറി വെക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അത് വളരെ മിനിമലായിട്ട് കുക്ക് ചെയ്യുന്നതാണ് എപ്പോഴും സീ ഫുഡിന് നല്ലത്. അതെ, കാരണം സീ ഫുഡ് വേവാൻ അധികം സമയം വേണ്ട. അത് നമുക്ക് കുക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. കാരണം തിളച്ച് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ ഫിഷ് വെന്ത് വരും. അപ്പൊ അധികം തിളപ്പിക്കുക, അധികം ഫ്രൈ ചെയ്യുക, ഡീപ് ഫ്രൈ ചെയ്യുക, അതൊക്കെ നമ്മുടെ ഈ ന്യൂട്രീഷണൽ ഈ ഫ്രൈയിങ് അല്ലെങ്കിലും ഒരു ഹെൽത്തി സ്റ്റൈൽ അല്ല. പക്ഷെ നമുക്ക് രുചി നല്ലതാണെങ്കിലും അപ്പൊ മിനിമലിസ്റ്റ് കുക്കിംഗ് ആണ് ശരിക്കും സീ ഫുഡിന് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. കേരളത്തിലൊക്കെ വെജിറ്റേറിയൻ ആയിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഇത്തരം ന്യൂട്രീഷൻസിന് യഥാർത്ഥത്തിൽ മരുന്നിനെ തന്നെ ആശ്രയിക്കേണ്ടി വരുമെന്നാണോ? അല്ലാതെ ഏതെങ്കിലും അല്ല, പക്ഷെ ജനറലി ഈ പറയുന്ന എസ്പെഷ്യലി എസെൻഷ്യൽ അമിനോ ആസിഡ്, മെത്തിയോണിൻ, ലൈസിൻ എന്നൊക്കെ പറയുന്ന ചില അമിനോ ആസിഡ്സ് വെജിറ്റബിൾസിൽ കുറവാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില അപ്പൊ വളരെ റയർ വെജിറ്റബിൾസ് ചിലപ്പോൾ സീഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ എന്താ പറയാ, ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ സൺഫ്ലവർ സീഡ് എന്നൊക്കെ പറയില്ല, ചില ഡ്രൈഡ് ഫ്രൂട്ട്സ്, അതിലൊക്കെ പക്ഷെ ഈ സീ ഫുഡില് ഈസിലി അവൈലബിൾ ആണ്. അതാണ് വ്യത്യാസം. പക്ഷെ വെജിറ്റേറിയൻസ് പറയുമ്പോൾ നമ്മൾ അത് വളരെ പിക്ക് ചെയ്യണം. ഹാൻഡ് പിക്ക് ചെയ്തിട്ട് നമ്മൾ പല രീതിയിലുള്ള സാധനങ്ങൾ എടുത്ത് വളരെ ബാലൻസ്ഡ് ആക്കിയാൽ മാത്രമാണ് ഒരു വെജിറ്റേറിയൻ ഡയറ്റിൽ അത് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ കിട്ടുള്ളൂ. ഇമ്പോസിബിൾ ഒന്നുമല്ല. പിന്നെ നമുക്ക് എന്തായാലും സപ്ലിമെന്റ്സ് ഉണ്ട്. ഇപ്പൊ സപ്ലിമെന്റ്സ് വെച്ചിട്ട് നമുക്ക് അത് പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ എളുപ്പമാണ്. കാരണം ഈ ഫിഷ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇതൊക്കെ വളരെ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. സാധാരണ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു വെജിറ്റേറിയൻ ഡയറ്റിൽ ഇതൊന്നും ഉണ്ടാവണമെന്നില്ല. നമുക്ക് വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിക്കാനുണ്ടോ? സംശയങ്ങൾ സാറിനോട് ഇപ്പൊ വളരെ നല്ലൊരു അവസരമാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് ഈ മത്സ്യക്കുരുതി എന്ന് പറഞ്ഞ പേപ്പറിൽ കാണാറുണ്ടല്ലോ.
അത് ബേസിക്കലി എന്തെങ്കിലും കെമിക്കൽ കാരണമാണോ അതോ ഇനി ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കുറയുന്നതുകൊണ്ടാണോ എന്ന് നമുക്ക് എങ്ങനെയെങ്കിലും പ്രത്യക്ഷത്തിൽ അറിയാനായിട്ട് സാധിക്കുമോ? അല്ല, ഓക്സിജൻ ഡിമാൻഡ് കുറയുന്നത് അത് ഒന്നും കൂടുതലും പൊല്യൂഷൻ ആണ്. കാരണം അങ്ങനെ സാധാരണ രീതിയിൽ നമ്മൾ എന്താ പറയാ, ഈ ഒന്നില്ലെങ്കിൽ ന്യൂട്രിയൻ നമ്മൾ ഈ പോണ്ടിൽ അല്ലെങ്കിൽ അക്വാകൾച്ചർ പോണ്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഓക്സിജൻ കൊണ്ടാണ്, ഓക്സിജന്റെ കുറവ് കൊണ്ടാണ്. പക്ഷെ ഈ ഓപ്പൺ വാട്ടർ ബോഡീസിൽ കൂടുതലും ഈ ഓക്സിജന്റെ അളവ് കുറയാൻ കാരണം കൂടുതലും പൊല്യൂഷൻ ആണ് നമുക്ക് അതിനെ പറയേണ്ടി വരും. കാരണം നാച്ചുറൽ വാട്ടർ ബോഡിയിൽ ഒരിക്കലും അങ്ങനെ ഓക്സിജന്റെ പെട്ടെന്നുള്ള ഒരു കുറവ് വരാൻ സാധ്യത ഇല്ല. അപ്പൊ മത്സ്യത്തിന് അത് മൂവ് ചെയ്യാൻ പറ്റും. കാരണം മത്സ്യങ്ങൾക്ക് അത് അവരുടെ സെൻസ് ഓർഗൻസ് ഉണ്ടല്ലോ. അപ്പൊ ഗ്രാജുവൽ ആയിട്ട് അത് കുറയുന്നുണ്ടെങ്കിൽ ദേ വിൽ സെർച്ച് ഫോർ എ ബെറ്റർ പ്ലേസ്. അപ്പൊ ഇത് സഡൻ ഡ്രോപ്പ് വരുന്നത് മിക്കപ്പോഴും ഈ ഒന്നില്ലെങ്കിൽ ഹൈ എമൗണ്ട് ആയിട്ടുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പൊള്യൂട്ടൻസ് വരുമ്പോൾ അത് ഓക്സിജൻ ഇത് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ബാക്കി പൊള്യൂട്ടൻസ് അല്ലെങ്കിൽ കെമിക്കൽ പൊള്യൂട്ടൻസ് ഒക്കെ ആയിരിക്കും. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഈ ചത്ത് പൊങ്ങുന്ന മത്സ്യങ്ങളെ ഈ നമ്മുടെ വാട്ടർ ബോഡിയിൽ നിന്ന് ആൾക്കാർ പോയിട്ട് ഭക്ഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഡേഞ്ചറസ് ആണ്. കാരണം ഇതുപോലെ അതിൽ എന്തൊക്കെ പൊള്യൂട്ടൻസ് കാരണമാണോ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. കാരണം അപ്പൊ മത്സ്യത്തിലും ആ പറയുന്ന പൊള്യൂട്ടൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ സാറ് പറഞ്ഞ ഒരു കാര്യത്തിനെ ഞാൻ സപ്ലിമെന്റ് ചെയ്യാണ്. അതായത് അർച്ചന മാഡം ചോദിച്ച ചോദ്യത്തിന് സ്ട്രിക്ട്ലി വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചില കാര്യങ്ങൾ സപ്ലിമെന്റ് ചെയ്യാൻ, ചില മൈക്രോ മിനറൽസ് ഒക്കെ സപ്ലിമെന്റ് ചെയ്യാനും ചില എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഒക്കെ സപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ മീനോ അല്ലെങ്കിൽ വേറെ ഒരു നോൺ വെജിറ്റേറിയനും കഴിച്ചില്ലെങ്കിൽ നമ്മൾ ലാൻഡ് വെജിറ്റബിൾസ് കഴിച്ചിട്ട് കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ സീവീഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ കിട്ടും. പ്രോട്ടീൻസ് അല്ല, ബാക്കി മൈക്രോ മിനറൽസ്, ചില സോൾട്ട് കമ്പോണൻസ്, ചില വൈറ്റമിൻസും പിന്നെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും ഒക്കെ. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ അത് അത്ര പോപ്പുലർ അല്ല. മറ്റുള്ള പല രാജ്യങ്ങളിലെയും സാധാരണ അവിടെ ക്യുസീൻസിലൊക്കെ തന്നെ ഉള്ള ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ലാൻഡ് വെജിറ്റബിൾസ് പോലെ തന്നെ ഉള്ള ഒരു സാധനമാണ് സീവീഡ്സ്. പക്ഷെ നമ്മുടെ നാട്ടിൽ പല കാരണങ്ങൾ കൊണ്ട് അതത്ര ഫെമിലിയർ അല്ല. അതിന്റെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഉണ്ട്, അക്വാട്ടിക് ഈ സീവീഡ്സിന്റെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ സ്റ്റേപ്പിൾ ഡയറ്റിൽ അതൊരു വലിയൊരു പ്രപ്പോർഷനിൽ കാണില്ല. അത്ര തന്നെ. അതിന്റെ കുറെ കാര്യങ്ങൾ എന്താ പറയാ, റിസർച്ച്, റെസിപ്പി സ്റ്റാൻഡർഡൈസേഷൻ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വരുമായിരിക്കാം ഒരു 10-15 വർഷത്തിന്റെ ഉള്ളിൽ ഇവിടെയും സാധാരണ പോലെ. ഒരു ക്വസ്റ്റ്യൻ ജയവന്ത് ആണ്, തൃക്കാക്കര. ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇവിടെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ്റെ അനുബന്ധമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോ മത്സ്യങ്ങൾ ചത്തുപോകുന്നു. പക്ഷേ ഇപ്പോ നമ്മൾ അതിൻ്റെ ഉള്ളൊരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നോക്കുമ്പോൾ ഗവൺമെന്റ് ഏജൻസീസും കുഫോസും ഒക്കെയാണ് അതിന് മേലെ ഒരു അന്വേഷണം നടത്തുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യാൻ മനസ്സിലാക്കുന്നതെന്നാണ് നമ്മൾ ന്യൂസ് കാണുമ്പോൾ മനസ്സിലാകുന്നത്. അല്ലാതെ ഒരു പ്രൈവറ്റ് ഏജൻസീസോ അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ തൽപരമായിട്ടുള്ള എൻവയോൺമെന്റൽ ആയിട്ടുള്ള ആൾക്കാരും സത്യം പറഞ്ഞാൽ കേരളത്തിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലേ? സത്യം പറഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് ഒരു ഗവൺമെന്റ് തലത്തിലുള്ള റിപ്പോർട്ട് വരുന്നതിനെ പറ്റിയിട്ട് ഈ മീനുകൾ ചത്തുപൊങ്ങി ഓക്സിജൻ ഡെഫിഷ്യൻസി ആണോ അതോ കെമിക്കൽ ആണോ അല്ലെങ്കിൽ ബയോളജിക്കൽ വേസ്റ്റ് കൊണ്ട് ഓക്സിജൻ, ഇങ്ങനെയൊക്കെയാണ് ഇപ്പം പറയുന്ന ന്യൂസുകൾ. അപ്പൊ അങ്ങനത്തെ ഒരു ഏജൻസികൾ, സ്വതന്ത്രമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളോ ഗവൺമെന്റ് ഏജൻസികൾ നമുക്ക് മെയിൻ ആയിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പിന്നെ അതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അല്ല, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഇപ്പൊ അവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ന്യൂസ് പറയുമ്പോൾ അവര് പറയുന്ന ആളുടെ പേരടക്കം പറഞ്ഞിട്ട് പറയുന്ന അങ്ങനെ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞാൽ, അതല്ലാതെ ഈ മാറ്ററുകളില് ഇപ്പോ അല്ല എൻജിഒസ് താല്പര്യങ്ങളുള്ള എൻജിഒസോ അങ്ങനെയൊന്നും ഇല്ലേ? പല എൻജിഒസും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഈ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പല എൻജിഒസും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് അത് പഠിക്കുന്നുണ്ടാവണം എന്നാണ്. കാരണം ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോ, പൊല്യൂഷൻ ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ ഇതുപോലെ പല എൻജിഒസും അവിടെ വന്ന് സ്റ്റഡി ചെയ്യാറുണ്ട്. പിന്നെ അവര് പബ്ലിഷ് ചെയ്തോന്നും എനിക്കറിയില്ല. പക്ഷെ ഗവൺമെന്റ് മാത്രമല്ല, പല എൻജിഒസും ഏജൻസീസും ഉണ്ട്. കാരണം ഈ നോൺ ഗവൺമെന്റ് അവർക്ക് പല റിസർച്ച് ഫണ്ടിങ് കിട്ടുന്ന ഏജൻസീസ് ഉണ്ട്, എൻജിഒസ്, ഇതുപോലെ പൊല്യൂഷൻ റിലേറ്റഡ് റീഹാബിലിറ്റേഷൻ അങ്ങനെ. ഞാൻ ചോദിക്കുന്നതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പലരും എഫക്റ്റഡ് ആണ് ഈ ഒരു മാറ്റർ കൊണ്ട്.
So can they go to some of the agencies, give some of the sample waters or sample? തീർച്ചയായിട്ടും ഫോർ അങ്ങനത്തെ ഒന്നും എക്സാമ്പിൾ കേരളത്തിൽ ഇല്ലേ? CIFT-ലും കുഫോസിലും ഏത് പബ്ലിക് ഓർഗനൈസേഷൻസ് ആണ്. ഇപ്പൊ നമ്മള് വാട്ടർ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്ത് തരാനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ട്. ഓക്കെ. പക്ഷെ ഇതൊക്കെ ഇപ്പൊ ഗവൺമെന്റ് ആണെങ്കിലും കുഫോസിന്റെ അല്ലെങ്കിൽ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡൊക്കെ റിപ്പോർട്ട് അവൈറ്റഡ് ആണെന്നാണ് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ടുള്ള പെരിയാർ ഇൻസിഡന്റ് ഒക്കെ കാണുന്നത്. അതുകൊണ്ട് ചോദിച്ചത്. അല്ല, എനിക്കിവിടെ കുഫോസ് അത് കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അത് പൊല്യൂഷൻ അല്ല എന്ന് പറഞ്ഞപ്പോ കുഫോസ് അത് കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വാർത്ത എന്ന് മനസ്സിലാക്കുന്നത്. അതെ അതെ അതെ, അങ്ങനെയാണ്. പൊല്യൂഷൻ വഴിയാണെന്ന് തന്നെയാണ് സാറേ വന്നേ. കുഫോസ്, അതെ, യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഈ കൂടുതലായിട്ട് ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിനായി ഭാരതീയ വിചാര കേന്ദ്രം തൃക്കാക്കര സ്ഥാനീയ സമിതി ട്രഷറർ ശ്രീമതി സ്മിതയെ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ വിചാര കേന്ദ്രം തൃക്കാക്കരയുടെ പ്രതിമാസ പ്രബന്ധാവതരണത്തിന്റെ രണ്ടാമത്തെ പ്രോഗ്രാമാണ് ഇന്ന് ഈ ഓൺലൈനിൽ നടന്നത്. പെട്ടെന്ന് 1 അവർ കൊണ്ട് നമ്മളെ കടലിന്റെ അടിത്തട്ടിൽ കൂടെ ഒരു സുവോളജി ലാബിന്റെ പരിസരത്തും കൂടെ ഒക്കെ ആയിട്ട് ഭാരതത്തിന്റെ പുരാണങ്ങളിലും ടച്ച് ചെയ്ത് ഭാരതത്തിന്റെ സംസ്കാരങ്ങളിൽ വരെ എത്തിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പ്രബന്ധം അവതരിപ്പിച്ച ഡോക്ടർ അഭിലാഷ് ശശിധരൻ സാറിന് ഭാരതീയ വിചാര കേന്ദ്രം തൃക്കാക്കരയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഭാരതീയ വിചാര കേന്ദ്രം തൃക്കാക്കരയുടെ അധ്യക്ഷൻ ഡോക്ടർ അർച്ചന ടീച്ചറിനും സെക്രട്ടറി ഡോക്ടർ ഷൈനിക്കും കാര്യദർശിയായിട്ടുള്ള സുകേഷ് ഏട്ടനും നന്ദി രേഖപ്പെടുത്തുന്നു. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ എല്ലാ അംഗങ്ങൾക്കും തൃക്കാക്കര സ്ഥാനീയ സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്ന് നമ്മളുടെ വിഷയം എല്ലാവർക്കും വളരെ താല്പര്യമുള്ള ഒരു വിഷയമുണ്ട്. ധാരാളം പേര് പുറത്തുനിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ പേരൊക്കെ ലീവ് ചെയ്തു. അവർക്കും എല്ലാവർക്കും ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പേരിൽ നമ്മൾ നന്ദി രേഖപ്പെടുത്തും. ശാന്തിമന്ത്രം ചൊല്ലാനായിട്ട് സുകേഷ് ജിയേഷൻ. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. യോഗം അവസാനിക്കുന്നു. നമസ്തേ. നമസ്തേ.